പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ശബ്ദം ശ്രവിക്കുന്ന രക്ഷകർത്താക്കളെ, ഞാൻ എൻ്റെ പോർഷനിലേക്ക് കടക്കുക. ആദ്യത്തെ 3 ചാപ്റ്റർ അതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. പിന്നീടുള്ള 3 ചാപ്റ്ററുകൾ സൗമ്യ ടീച്ചർ ഹാൻഡിൽ ചെയ്യും. അതിനുശേഷമുള്ള 3 ചാപ്റ്റർ, പിന്നീടുള്ള 4 ചാപ്റ്ററുകൾ സൗമ്യ ടീച്ചർ ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം ഉള്ള 3 ചാപ്റ്ററുകൾ മെയ്സൺ സാർ ഹാൻഡിൽ ചെയ്യും. നമുക്കറിയാം, ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയത് സബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. നാം കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് മല്ലിടുക എന്ന വാക്ക് കൃത്യമല്ല എന്ന് എനിക്കറിയാം, കാരണം അതുമായിട്ട് സമരസപ്പെട്ടു പോവുകയാണ്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ 3 ചാപ്റ്ററുകൾ, ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, ദെൻ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഇത് രണ്ടും ബേസിക്കലി എന്താണ് കമ്പ്യൂട്ടർ, അതിന്റെ ഓർഗനൈസേഷൻ എന്താണ് എന്ന് നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നതാണ്. അതിനുശേഷമുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ചാപ്റ്റർ, തൊട്ട് അടുത്തതായിട്ട് വരുന്ന C++ ലാംഗ്വേജിനോടുള്ള ഒരു ബ്രിഡ്ജിങ് ചാപ്റ്റർ ആണ്. നമ്മൾ ആ ഒരു നിലയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, C++ ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നാം പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിന്റെ വ്യത്യസ്ത സിന്റാക്സുകളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഇനി വരാൻ പോകുന്ന ക്ലാസ്. അപ്പോൾ ഇതേവരെയുള്ള കമ്പ്യൂട്ടറിന്റെ കൺസെപ്റ്റുകളെയും പ്രോഗ്രാമിങ്ങിനോടുമുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. നമ്മൾ നേരെ പോയി ഒരു പ്രോഗ്രാം ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അതിന് ചില സ്റ്റെപ്പുകളുണ്ട്, അതെന്താണെന്ന് വിശദമാക്കുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നീട് പ്രോഗ്രാമിങ്ങിന്റെ വിവിധ വശങ്ങൾ, അതിനുശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, IT ആപ്ലിക്കേഷൻ, അങ്ങനെയാണ് നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഇതിന്റെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ആദ്യമേ തന്നെ പഠിക്കാനുള്ളത്, ഫോക്കസ് ഏരിയ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്, കാരണം സമയം ഒരു കൺസ്ട്രെയിന്റ് ആണ് നമുക്കിടയിൽ. ഫസ്റ്റ് ആദ്യമേ നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇതേവരെ പരിശോധിക്കപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനുകളും, വ്യത്യസ്ത വർഷങ്ങളിലായി ഇതേവരെ നടത്തപ്പെട്ട എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പല തവണ ഇത് കേട്ടതാണ്. വിക്ടേഴ്സ് ചാനലിന്റെ ക്ലാസ്സുകളിലൂടെയും നമ്മുടെ അധ്യാപകർ നമുക്ക് എടുത്തു നൽകിയ ക്ലാസ്സുകളിലൂടെയും ഈ ഡേറ്റയുടെ കാലഘട്ടത്തെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി പല കോണ്ടെക്സ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്താണ് ഡേറ്റ? ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ലെക്ചർ നോട്ട് എഴുതുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ്. ഇവിടെ വേണ്ട റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, എക്സെട്ര that can be processed or manipulated. ഈ ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചില പ്രത്യേക വാക്കുകൾ നമുക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡേറ്റ എന്താണ്? അത് റോ ഫാക്റ്റ് ആണ്. ഇത് നമ്മുടെ പേപ്പറിൽ ഉണ്ടാവണം, ഡെഫിനിഷനിൽ ഉണ്ടാവണം. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഏതുപോലെ? നമ്പറുകൾ പോലെ, വേർഡ്സ് പോലെ, എമൗണ്ട് പോലെ, ക്വാണ്ടിറ്റി പോലെ. ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഡേറ്റയെ നമുക്ക് പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ആർക്ക്? കമ്പ്യൂട്ടറിന്. അപ്പൊ കമ്പ്യൂട്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽ അഥവാ അസംസ്കൃത വസ്തുക്കളാണ് ഡേറ്റ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ മറക്കരുത്. റോ ഫാക്ട്സ് ആണ്, റോ ഫാക്ട്സ്. അത് നമ്മുടെ പേരിലുണ്ടാവണം. എന്താണ് ഇതിന് ഉദാഹരണങ്ങൾ? ഒരു ഉദാഹരണം, വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഒരു 3-4 കാര്യങ്ങൾ ഞാനിവിടെ കോമയിട്ട് എഴുതിയിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അഭിലാഷ് 17, 12, 2003. ഇവ തമ്മിൽ പരസ്പര ബന്ധമൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. സോ ദിസ് ഈസ് എ ഡാറ്റ. ഇതേപോലെ അനേകം എൻട്രീസ് ഉണ്ടാവാം. ഇത്തരത്തിൽ കിട്ടുന്ന റോ ഫാക്ട്സിനെ പറയുന്ന പേരാണ് ഡാറ്റ. ഇനി ഇൻഫർമേഷൻ അടുത്ത ലെവലാണ്. നമ്മുടെ വിവരശേഖരണത്തിന്റെ നെക്സ്റ്റ് ലെവലാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഈസ് ദ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ. നമ്മുടെ ഡേറ്റയെ പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫർമേഷനായി, ഒരു വിവരമായി. നോക്കൂ, ഇവിടെ കിട്ടിയ ഈ സ്ട്രിങ്ങുകളെ, ഈ ക്യാരക്ടേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടേബിൾ ഫോം ആക്കി. അതിലെ അഭിലാഷ് എന്നുള്ളതിനൊരു ടൈറ്റിൽ കൊടുത്തു, നെയിം. 2001, സോറി ഇവിടെ 2003 ആണ്, 2001 എന്തെങ്കിലും ആവട്ടെ, 2003 ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് എഴുതി, ക്ലാസ് 12 എന്ന് എഴുതി, ഏജ് 17 എന്ന് എഴുതി. അപ്പോൾ ഇത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ഇവിടെ കണ്ട വെറുതെ കുറച്ച് സ്ട്രിങ്ങുകളല്ല, അല്ലെങ്കിൽ വാക്കുകളല്ല, കുറച്ച് നമ്പറുകളല്ല, ഇതിനൊരു പ്രത്യേക മീനിങ് ഉണ്ട്. അഭിലാഷ് എന്നൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ഡേറ്റ് ഓഫ് ഇയർ ആണ് 2003, ക്ലാസ് 12 ആണ്, ഏജ് 17 ആണെന്ന് മനസ്സിലായി. സോ ഐ എം അറേഞ്ചിങ് ദ അവൈലബിൾ strings or words into a meaningful form.
അത് ടാബുലർ ഫോം ആവാം, ഗ്രാഫിക്കൽ ഫോം ആവാം, എന്തുമാവാം. ഇതിനെ പറയുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫർമേഷനെ കുറിച്ച് എഴുതുമ്പോൾ ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ എന്ന് പറയണം. അടുത്തതായിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ഈ ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കി മാറ്റാനുള്ള പരിപാടി, അതിനുള്ള എല്ലാ ടാസ്കുകളെയും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദി ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഡേറ്റയിൽ നിന്നും ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളെയും നമുക്ക് എന്ത് പറയാം, ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാം. ഇൻഫർമേഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്. കണ്ടോ, ഒരു ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എത്ര സെന്റൻസ് എഴുതാൻ പറ്റും നോക്കിയേ, എത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ്. അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ആലോചിക്കേണ്ടത്. സോ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, ഡേറ്റ പ്രോസസ്സിംഗ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഇതിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഈ കാര്യങ്ങൾ എഴുതുക, ഈ ഒരു ടേബിൾ എഴുതുക, ഈ വിവരങ്ങൾ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉദ്ദേശം? കമ്പ്യൂട്ടർ എന്നുള്ളത് ഒരു ഡേറ്റ പ്രോസസ്സിംഗ് എഞ്ചിനാണ്, ഡേറ്റ പ്രോസസ്സിംഗ് മെഷീനാണ്. കമ്പ്യൂട്ടർ അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് പ്രോസസ് ഇറ്റ് ആൻഡ് ഗിവ് യു ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്. ഇൻഫർമേഷനെ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നതിന് വേണ്ടിയുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം. ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അത് നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഡേറ്റ ആർ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, ഡെഫിനിഷനിൽ പറഞ്ഞതാണല്ലോ. ഇൻഫർമേഷനോ, ഇൻഫർമേഷൻ റോ ഫാക്ട് അല്ല, പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. അത് എഴുതാം. പിന്നീട് എന്താണ്, ഡേറ്റ ആർ സിമിലർ ടു റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുക്കൾ പോലെയാണ് ഡേറ്റ. അസംസ്കൃത വസ്തുക്കൾ എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടെത്തിക്കുന്ന സാധനങ്ങൾ, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് കുറെ അസംസ്കൃത വസ്തുക്കളുണ്ട്. ഒരു വീട് പണിയണമെങ്കിൽ സിമന്റ്, കല്ല്, ചരല്, ഇതെല്ലാം അസംസ്കൃത വസ്തുക്കളാണ്. അതേപോലെ അസംസ്കൃത വസ്തുക്കളാണെന്ത്, ഡേറ്റ. എന്നാൽ ഇൻഫർമേഷനോ, ഇൻഫർമേഷൻ ഈസ് സിമിലർ ടു ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു യൂസ് ചെയ്യാവുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അടുത്ത വ്യത്യാസം എന്താണ്, ഇറ്റ് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. അസംസ്കൃത വസ്തുക്കളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഇല്ല. അതേപോലെ തന്നെയാണ് ഡേറ്റയുടെയും അവസ്ഥ. ഇറ്റ് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്, ബട്ട് ഇൻഫർമേഷൻ ആഡ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. അൾട്ടിമേറ്റ്ലി ഒരു കമ്പ്യൂട്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്, നമുക്ക് കുറെ വിവരങ്ങളെ അപഗ്രഥിച്ച് അത് നമുക്ക് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ മനുഷ്യന് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കമ്പ്യൂട്ടർ. അതിനുവേണ്ടിയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഇറ്റ് ആഡ്സ് നമ്മുടെ അറിവിലേക്കായിട്ട് അത് ഡിസിഷൻ എടുക്കുന്നതിന് നമ്മളെ സഹായിക്കും. ദെൻ ഡേറ്റ ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. നേരത്തെ കണ്ട എക്സാമ്പിൾ പറഞ്ഞതുപോലെ അഭിലാഷ് 17/2001, ദാറ്റ് ഡസന്റ് കൺവേ എനിത്തിങ് ടു അസ്, റൈറ്റ്? നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടില്ല, എന്താണിത്, അവ തമ്മിലൊരു ബന്ധമില്ല. അപ്പോ ഇറ്റ് ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഒരു കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല ഡേറ്റയിൽ നിന്ന് മാത്രം. ഡേറ്റയെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊരു ഇൻഫർമേഷൻ ആക്കി കഴിഞ്ഞാൽ, വി വിൽ ഗെറ്റ് ക്ലിയർ ആൻഡ് മീനിങ്ഫുൾ സെൻസ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ടേക്ക് ഡിസിഷൻസ്. സോ അത് രണ്ടും മറക്കരുത്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചു, കമ്പാരിസൺ ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇതായിരിക്കും അവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, ഫോക്കസ് ഏരിയയുടെ അനുസരിച്ചുള്ള അടുത്ത പോർഷൻ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നമുക്കറിയാം കമ്പ്യൂട്ടർ പല തരത്തിൽ, പല വലിപ്പത്തിൽ, പല കോലത്തിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ പോലും ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ്. സോ ഈവൻ ദോ there are variety of gadgets or computing devices in front of us, the basic organization of a computer is based on a model proposed by John von Neumann. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യന്റെ, ഗണിതശാസ്ത്രജ്ഞൻ ഡിവൈസ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് മോഡേൺ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെക്കേണ്ടത് ഇതേ കാര്യമാണ്. ഒരു ബേസിക് കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നാം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം ഒരു കൃത്യമായ രീതിയിൽ വരച്ചു വെക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പിക്ചർ. ഒരിക്കലും നമുക്ക് മറക്കാൻ, നമ്മൾ വിചാരിച്ചാൽ പോലും മറക്കാൻ പറ്റാത്ത ഒരു പിക്ചറാണിത്. കാരണം ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, നമുക്കറിയാം ഡേറ്റ. ഈ ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മൾ എന്താ കൊടുക്കുക? ഡേറ്റ കൊടുക്കാനായിട്ട്
നമുക്കൊരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഇത് ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് നേരെ കൊടുക്കുന്നത് എങ്ങോട്ടാ? ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്കാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റിലേക്ക്. തൽക്കാലം നമ്മൾ ഈ ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്യാം. ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, അതിനുശേഷം ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അഥവാ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് യൂണിറ്റ്, CPU, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിൽ നിന്നും നമ്മുടെ ഡേറ്റ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇതിനെ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അതും ഡീകമ്പോസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടുള്ള 3 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. മറക്കരുത്, ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് കൂടാതെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. ഇതിൽ CPU-ലാണ് പ്രധാനമായും 3 ഡിസ്റ്റിങ്ഷൻ ഉള്ളത്. കൺട്രോൾ യൂണിറ്റ് അഥവാ CU, ALU, രജിസ്റ്റേഴ്സ്. ഇനി നമുക്ക് ഇതിന് ഓരോന്നിനെയും കുറിച്ച് ഷോർട്ട് നോട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ SI ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഫിഗർ വരച്ചു വെക്കുക. ഞാൻ ഈ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്തൊക്കെ ഈ ഫിഗർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയാ. എന്താണ് ഇൻപുട്ട് യൂണിറ്റ്? ഇറ്റ് അക്സെപ്റ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ. കമ്പ്യൂട്ടറിന് വേണ്ട ഇൻസ്ട്രക്ഷനുകളെയും ഡേറ്റയെയും അക്സെപ്റ്റ് ചെയ്യുന്നു. ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുകയാണല്ലോ കമ്പ്യൂട്ടറിന്റെ ജോലി. അതിനാവശ്യമായിട്ടുള്ള ഡേറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇൻസ്ട്രക്ഷൻ? ഈ ഡേറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രക്ഷൻസ്. ഈ നിർദ്ദേശങ്ങളാണ് ഇൻസ്ട്രക്ഷൻ. ഇവയെ ആരാ സ്വീകരിക്കുന്നത്? ഇൻപുട്ട് യൂണിറ്റ് സ്വീകരിക്കും. സോ ഇതാണ് ഈ ബ്ലോക്കിന്റെ പണി. ഇറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് സപ്ലൈസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റയും ഇൻഫർമേഷനെയും സപ്ലൈ ചെയ്യുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ബ്ലോക്കാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ്. ദ ഫങ്ഷൻസ് ഓഫ് CPU ആർ പെർഫോംഡ് ബൈ 3 കമ്പോണൻസ്. പ്രധാനമായിട്ടും മേജർ ആയിട്ട് നമുക്ക് CPU-ന്റെ ഘടകങ്ങളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിലെ കാൽക്കുലേഷൻസ്, നമ്മൾ കമ്പ്യൂട്ടറിനെ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷനുകളും കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ ലോജിക്കൽ കമ്പാരിസൺ ആണ്. അത് നിങ്ങൾ സോർട്ട് ചെയ്യലാവട്ടെ, കാൽക്കുലേഷൻ ചെയ്യലാവട്ടെ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യലാവട്ടെ, എവിടെയും കാൽക്കുലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആണ് ബോട്ടം ലൈനിൽ നടക്കുക. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതെല്ലാം പെർഫോം ചെയ്യുന്ന ആരാ? CPU-ന്റെ അകത്തുള്ള അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. Then coming to the second major component, control unit. Control and coordinates the computer. കുറെ കാര്യങ്ങൾ കുറെ ആളുകൾ ചെയ്താൽ മാത്രം മതിയോ? അതിനൊരു മാനേജർ വേണ്ടേ? അതാരാണ്? ആ മാനേജറിന്റെ പോസ്റ്റിലുള്ള ആളാണ് ആര്? കൺട്രോൾ യൂണിറ്റ്. Then coming to the next component, registers. Registers എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലുള്ള ടെമ്പററി സ്റ്റോറേജ് ആണ്. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ഇൻ CPU. അതാണ് രജിസ്റ്റേഴ്സ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഇതൊരു മെമ്മറി ആയിട്ട് നമുക്ക് കണക്കാക്കാം. കമ്പ്യൂട്ടറിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏരിയയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് CPU-ന്റെ അകത്തുള്ളത്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന ചോദ്യം വരാറുണ്ട് സാധാരണ. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഫങ്ഷണൽ യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. എന്താണ് സ്റ്റോറേജ് യൂണിറ്റ്? കമ്പ്യൂട്ടറിന് ഒരു ഡേറ്റയെ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ടിനെ എല്ലാത്തിനെയും സ്റ്റോറേജ് ചെയ്യാൻ ഒരു ഘടകമുണ്ട്. അതാണ് സ്റ്റോറേജ് യൂണിറ്റ്. ഇറ്റ് സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് സ്റ്റോർസ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട്സ്. ഡേറ്റ ഇൻസ്ട്രക്ഷൻ കിട്ടി, ഈ ഡേറ്റയും ഇൻസ്ട്രക്ഷനും പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ആവില്ല, ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് റിസൾട്ടിനെയും ഫൈനൽ റിസൾട്ടിനെയും ആര് സ്റ്റോർ ചെയ്യും? സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്യും. നോക്കൂ, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് CPU-യും സ്റ്റോറേജും തമ്മിൽ. നമ്മൾ സ്റ്റോറേജിലുള്ള ഡേറ്റയെ പ്രോസസ് ചെയ്യാൻ കൊടുക്കുന്നു, പ്രോസസ് ചെയ്തതിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് റിസൾട്ടോ സ്റ്റോറേജ് യൂണിറ്റിൽ എടുക്കുന്നു. ഇതെല്ലാം പ്രോസസ് ചെയ്ത് അവസാനം തൃപ്തികരമായ ഒരു ഇൻഫർമേഷൻ ആയി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഔട്ട്പുട്ട് ഈസ് ദി നെക്സ്റ്റ് കമ്പോണന്റ്, ഫോർത്ത് കമ്പോണന്റ്. 1, 2, 3, ഫോർത്ത് വൈറ്റൽ കമ്പോണന്റ് ഓഫ് ദി കമ്പ്യൂട്ടർ. ഏതാണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. ഇറ്റ് റിസീവ്സ് ദ റിസൾട്ട്സ്, ഇറ്റ് ഔട്ട്പുട്ട് ദ ഇൻഫർമേഷൻ, ഇറ്റ് സപ്ലൈസ് ദ റിസൾട്ട് ഇൻ ടു ദി ഔട്ട്സൈഡ് വേൾഡ്. പുറം ലോകത്തിന് അവർക്ക് ആവശ്യമായ തരത്തിലെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? ഡേറ്റ അല്ല കൊടുക്കുന്നത്, ഇൻഫർമേഷനെയാണ്. പ്രോസസ്ഡ് ഡേറ്റ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആരാണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ. അപ്പോൾ
ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഇത്രയും പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറാണ്. ഈ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നീറ്റായിട്ട് എഴുതാൻ പറ്റും. പിക്ചറുകൾ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരയ്ക്കുക, വായിക്കാവുന്ന തരത്തിൽ ലേബൽ ചെയ്യുക. അതൊക്കെ ഒരു നല്ലൊരു കൾച്ചറാണ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്നത്. സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. അപ്പോൾ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു ഇംപ്രഷൻ കിട്ടും. അപ്പൊ അത് പഠിച്ചല്ലോ. ഇനി അടുത്ത ഒരു പോർഷനാണ് കമ്പ്യൂട്ടർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. വളരെ സിമ്പിൾ ആണ്, ഇഗ്നോർ ചെയ്യാവുന്ന ഒരു പോർഷനാണ്, പക്ഷെ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ, ലിമിറ്റേഷൻസ് എന്തൊക്കെ? എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് പ്രോസസിംഗ് ഡേറ്റ അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ഇറ്റ്. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നമുക്ക് ആർക്കും സംശയമില്ല കാര്യത്തിൽ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സ്റ്റോർ ചെയ്യാൻ. വെറുതെ സ്റ്റോർ ചെയ്താൽ മാത്രം മതിയോ? കുറെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു അലമാരിയാണോ കമ്പ്യൂട്ടർ? അല്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് ചെയ്യുന്നുണ്ട്. പ്രോസസിങ് എന്തിനെ? ഡേറ്റയെ. സോ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് സ്റ്റോറിംഗ് ആൻഡ് പ്രോസസിംഗ് ഡേറ്റ. വെറുതെ തോന്നിയ പോലെ പ്രോസസ് ചെയ്യാണോ? അല്ല. എങ്ങനെ? അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ഇറ്റ്. അതിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്. ഈ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിന്നീട് പഠിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ഡെഫിനിഷൻ അതാണ്. ഇനി എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നോക്കാം. അഡ്വാൻറ്റേജസ്: സ്പീഡ്, കമ്പ്യൂട്ടർ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും. ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്, അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എത്ര പ്രോസസ് ചെയ്യാവൂ എന്നുള്ളത്, അതാണ് അതിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ട് നമുക്ക് കിട്ടും. ആക്യുറസി, കൃത്യമാണ്, വളരെ പ്രിസൈസ് ആണ് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. മറ്റൊന്നാണ് ഡിലിജൻസ്. എന്താണ് ഡിലിജൻസ്? ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ് അൺടയറിംഗ്ലി. ക്ഷീണമില്ലാതെ ഒരേ കാര്യം എത്ര സമയം വേണമെങ്കിലും പവർ ഉള്ള അത്രയും സമയം എന്ത് ചെയ്യും? അത് ചെയ്തോളൂ. ഒരു പാട്ട് നമ്മൾ ലൂപ്പിലൊക്കെ പാട്ട് കേൾക്കാറില്ലേ? ഒരു പാട്ട് തന്നെ 10 തവണ 16 തവണ 20 തവണ നമ്മൾ ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ലൂപ്പ് ചെയ്ത് പാടിച്ചു കഴിഞ്ഞാൽ പാടിക്കൊണ്ടേയിരിക്കും. ഒരു മുഷിപ്പൂല. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഒരു വർക്ക് 2-3 തവണ മോണോട്ടോണസ് അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് വല്ലാത്തൊരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് ഡിലിജൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് ആ ഒരു പ്രോബ്ലം ഇല്ല. വേഴ്സറ്റാലിറ്റി. എന്താണ് വേഴ്സറ്റാലിറ്റി? വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള വർക്കുകൾ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഞാൻ ഒരു പ്രസന്റേഷൻ എടുക്കുകയാണ്, ഒരു ക്ലാസ് എടുക്കുകയാണ്. ഇവിടെ എന്റെ ക്യാമറ ഓൺ ആണ്, എന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഓൺ ആണ്, എന്റെ മൈക്ക് എല്ലാം ഓൺ ആണ്. ഇതിന്റെ സൈഡിൽ ഞാനൊരു വീഡിയോ റെൻഡർ ചെയ്യാനിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് നടക്കും. എനിക്ക് ഇതിനോട് കണക്ട് ചെയ്ത് പ്രിന്റ് എടുക്കാം. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വർക്ക് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഹ്യൂജ് മെമ്മറി, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഐ ക്യാൻ സ്റ്റോർ ഇൻ മൈ എക്സ്റ്റേണൽ ഡിവൈസ് ഓർ ഇന്റേണൽ മെമ്മറി. അപ്പൊ ഈ വാക്കുകളെല്ലാം ഓർത്തിരിക്കുക. 1, 2, 3, 4, 5 വാക്കുകൾ എന്തൊക്കെയാണ്? സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വേഴ്സറ്റാലിറ്റി, ഹ്യൂജ് മെമ്മറി. ഇതെല്ലാമാണ് കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജ്. ഈ ലിമിറ്റേഷൻസ് ഉണ്ട്. ലാക്ക് ഓഫ് IQ, ഇന്റലിജന്റ് കോഷൻ, ബുദ്ധി ഇല്ല. കമ്പ്യൂട്ടറിനെ സ്വയം തീരുമാനിച്ച് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ, മനുഷ്യന്റെ ഒരു ഇടപെടൽ കമ്പ്യൂട്ടറിന് എപ്പോഴും ആവശ്യമാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ തരുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്നു, അതനുസരിച്ച് യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കമ്പ്യൂട്ടറിന്റെ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഒരു ഡിസിഷൻ എടുത്ത് ഇന്നത് ചെയ്തോളൂ എന്ന് പറയാൻ കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി ഇല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വരവ്, അവിടെയും ഹ്യൂമൻ ഇന്റർവെൻഷൻ അനേകം ആവശ്യമാണ്. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ലിമിറ്റേഷൻ ആയിട്ട്. അതാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ പോർഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ. അടുത്ത ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ അല്പം ഭയത്തോടു കൂടി കൂട്ടുകാർ കാണുന്ന ഒരു പോർഷനാണ് നമ്പർ സിസ്റ്റം. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് നമ്പർ സിസ്റ്റം. മരുന്നിന് 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. എന്താണ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്. അല്ലെ, നമ്പർ കണ്ടു കഴിഞ്ഞാൽ നോട്ട്ബുക്കില് നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാത്തമാറ്റിക്സ് അല്ലേ? മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് നമ്പർ. എ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്. എന്തിനുപയോഗിക്കുന്ന? യൂസ്ഡ് ടു കൗണ്ട്, എണ്ണാൻ, ലേബൽ, അടയാളപ്പെടുത്താൻ, മെഷർ, അളക്കാൻ. അപ്പോ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ് എന്ത്? നമ്പർ എന്ന് പറയുന്നത്. എ നമ്പർ ഈസ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട് യൂസ്ഡ് ടു കൗണ്ട്, ലേബൽ ആൻഡ് മെഷർ. പല സംസ്കൃതികളിലും
പല ഭാഷകളിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്പറുകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിക് പർപ്പസ് എന്നുള്ളത് കമ്പ്യൂട്ടറിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പേർഷ്യൻ ലാംഗ്വേജിലാണെങ്കിലും റോമൻ ഏത് സംസ്കൃതിയിലാണെങ്കിലും നമ്പർ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നതിനാണ്, ഈ ഒരു ഉദ്ദേശത്തിലാണ്. എ നമ്പർ സിസ്റ്റം. അപ്പൊ നമ്പർ എന്താണെന്ന് പഠിച്ചു. വാട്ട് ഈസ് എ നമ്പർ സിസ്റ്റം? എ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ്. നമ്പർ സിസ്റ്റം എന്നുള്ളത് ഈ നമ്പറിനെ എണ്ണുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം, ഒരു കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്പർ സിസ്റ്റം പല തരത്തിലുള്ളതുണ്ട്. നമ്മൾ 4 നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മുടെ പോർഷൻ പഠിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ഈ 4 നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ നമ്പർ സിസ്റ്റത്തെയും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൽ എത്ര സിംബലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ്, അഥവാ റാഡിക്സ് ഓർ ബേസ്. The number of symbols used in a number system is called base or radix. So based on that we can classify or we can identify there are 4 different types of number systems. First one is binary. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ബൈനറി? 2 സിംബൽസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന, കമ്പ്യൂട്ടർ വേൾഡിൽ ഉപയോഗിക്കുന്ന, ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എത്രയാണ്? 2 ആണ്. അതിലുപയോഗിക്കുന്ന സിംബൽസ് ഏതൊക്കെയാണ്? 0ഉം 1ഉം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇത് 1101 എന്നാണല്ലോ നമ്മൾ വായിക്കുക. എന്തുകൊണ്ടാണ് 1101 എന്ന് ഞാൻ വായിക്കുന്നത്? ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് റൈറ്റ് സൈഡിൽ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട്, അഥവാ താഴത്ത്, വളരെ താഴത്ത് ചെറിയ ഫോണ്ടിൽ എഴുതിയിട്ടുണ്ട് 2 അഥവാ റാഡിക്സ് 2 കൊടുത്തത് കൊണ്ടാണ് ഇതിനെ ഞാൻ 1101 എന്ന് വായിക്കുക. അതല്ലാതെ വെറുതെ 1101 എന്ന് എഴുതിയാൽ ഞാൻ ഇതിനെ 1101 എന്നേ വായിക്കുള്ളൂ. Since I am using radix or subscript of this particular number system, I read this number as 1101. Coming to next number system, അടുത്താണ് octal number system. എന്താണ് octal? 8 അല്ലെ? octal 8 ആണ് അതിന്റെ ബേസ്. അവിടെ എത്ര സിംബിൾസ് ഉണ്ടാവും? 8 സിംബിൾസ്. ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 8. കൂട്ടുകാര്, 8 എണ്ണം എന്ന് പറയുമ്പോൾ 8 വരെ എഴുതി പോവരുത്. 0യിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് 7 വരെ ഉള്ളൂ. 7 വരെയാണ് നമ്മുടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം 236 സബ്സ്ക്രിപ്റ്റ് 8 ഉണ്ടോ? 8. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. 23 9 ഇതൊരു ശരിയായ നമ്പർ ആണോ? ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാം. സാറേ, ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഇത് ശരിയാണോ ഈ എഴുതിയിരിക്കുന്നത്? 2398. മേസൻ സാറേ, ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ആൻസർ? നോ എന്നാണ് സാർ ഒരുപാട് പേര് എഴുതിയത്. നോ. ഓക്കെ, വെരി ഗുഡ്. ഇത് ഒക്ടൽ അല്ല. എന്തുകൊണ്ടാണ്? വെരി ഗുഡ്. നോ എന്ന് എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എന്തുകൊണ്ടാണ് ഇത് ഒക്ടൽ അല്ലാത്തത്? ഇവിടെ 9 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 9 എന്താണ്? നമ്മുടെ ഈ സിംബലിൽ വരുമോ? ഇല്ലല്ലോ. 0 to 7 വരെ അതിൽ 9ന് സ്ഥാനമില്ല. അപ്പോ ഒക്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 236 സബ്സ്ക്രിപ്റ്റ് 8. സോ ദിസ് ഈസ് ഒക്ടൽ നമ്പർ. കമ്മിങ് ടു നെക്സ്റ്റ് നമ്പർ സിസ്റ്റം, ഡെസിമൽ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യയാണ് ഡെസിമൽ. ഡെസി എന്ന് വെച്ചാൽ 10. അപ്പൊ എത്ര സിംബിൾസ് ഉണ്ട് അവിടെ? 10 സിംബിൾസ്. 10 വരെ അല്ല, 0 മുതൽ 9 വരെ. നോക്കൂ, 5876. ഇതാണ് നമ്പർ സിസ്റ്റം. ഒരാൾ കൂടെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരാൾ. അതാരാണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് 16 ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവില് 10 എണ്ണം എങ്ങനെ ഒപ്പിക്കാം? 0 to 9, 0 1 2 3 4 5 6 7 8 9 അത്രയും സിംബിൾസ് ഒപ്പിക്കാം. ബാക്കിയുള്ളവ എന്ത് ചെയ്യും? ബാക്കി 5 എണ്ണത്തെ എന്ത് ചെയ്യും? A B C D E F. ബാക്കി 6 സിംബലുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽഫബറ്റ്സിനെ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അഥവാ 0 സാധാരണ ഡെസിമൽ നമ്പറിൽ 0 തന്നെ, 1 അത് തന്നെ, 2 അത് തന്നെ, 9 വരെ കൃത്യമായിട്ട് നമുക്ക് അതേപോലെ പോവാം. 10നെ റെപ്രസെന്റ് ചെയ്യുന്നതിന് A ഉപയോഗിക്കുന്നു, 11നെ റെപ്രസെന്റ് ചെയ്യുന്നതിന് B ഉപയോഗിക്കുന്നു, ദെൻ C D E F. അങ്ങനെ 15നെ റെപ്രസെന്റ് ചെയ്യാൻ F ഉപയോഗിക്കുന്നു.
അതാണ് നമ്പർ സിസ്റ്റത്തെ ആകെ നമ്മൾ പഠിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ടേബിൾ ഇതേപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ആണ്, ബി എന്ന് വെച്ചാൽ 11 ആണ്, സി 12 ആണ്, അങ്ങനെ അങ്ങനെ പോകും. ഇനി നമ്പർ കൺവേർഷൻ ആണ്. നമ്പർ കൺവേർഷൻ സാധാരണ ചോദിക്കാറുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ ബൈനറി, ഡെസിമലിനെ ബൈനറിയിലേക്ക്, ഡെസിമലിനെ ഒക്ടലിലേക്ക്, ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക്, ഇത്രയും കൺവെൻഷൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഇതും സിമ്പിൾ ആണ്. ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, അതിൻ്റെ അകത്ത് ഫ്രാക്ഷണൽ കൺവേർഷൻ ഇല്ല. ദശാംശമുള്ള പോയിന്റ് ഉള്ള നമ്പറുകളുടെ കൺവേർഷൻ നമുക്ക് പഠിക്കാനില്ല. ഇവിടെ ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. 30നെ കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാ? എന്തിലേക്ക്? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. അപ്പൊ 30 എഴുതി, നേരെ 2 കൊണ്ട് ഹരിച്ചു. 15. ശിഷ്ടം എത്രയാണ്? റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ 0 അല്ലേ? 15 2 30. ശിഷ്ടം ഇല്ലല്ലോ. ആ ശിഷ്ടം ഒന്നുമില്ല എങ്കിൽ 0 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 0 എന്ന് എഴുതുക. വീണ്ടും 15ന് റിപ്പീറ്റഡ് ഡിവിഷൻ ആണ്, സക്സസീവ് ഡിവിഷൻ ബൈ 2. 2 എന്ന് പറയാൻ കാരണം എന്താ? ബൈനറിയിലേക്കാണ് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് തുടർച്ചയായിട്ട് ഹരിക്കുക. 15. അഗൈൻ ഐ ആം ഡിവൈഡിങ് ദാറ്റ് വിത്ത് ബൈ 2. എത്രയാ? 7 2 14. അപ്പൊ 7 കിട്ടി. 14 ആയുള്ളൂ. ശിഷ്ടം 1 1 റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. വീണ്ടും ഞാൻ ഹരിക്കുകയാണ്. 7നെ 2 കൊണ്ട് ഹരിച്ചു. 3 2 6 ആണല്ലോ. അപ്പൊ 3 റിസൾട്ട് 3 ആണ്. ശിഷ്ടം എത്രയാണ്? 1 1 മാറ്റി എഴുതി. 3നെ വീണ്ടും ഹരിച്ചു. 2 1 അല്ലെ? 2 കൊണ്ട് ഹരിച്ചപ്പോ 1 റിസൾട്ട് കിട്ടി. ശിഷ്ടം 1 ഉണ്ട്. വീണ്ടും ഞാൻ ഹരിച്ചു 2 വെച്ച്. 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ റിസൾട്ട് 0യും റിമൈൻഡർ എത്ര കിട്ടി? 1ഉം കിട്ടി. അപ്പൊ ഇവിടെ 0 ആവുന്നവരെ നമുക്ക് ഇവിടെ തുടരാം. അതല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി. ഇവിടെ 1 ആവുന്നവരെ തുടരാം. എന്നിട്ട് ഈ നമ്പരും ഇതും സെയിം ആയിരിക്കും. തൽക്കാലം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇതുവരെ എല്ലാവരും ചെയ്യും. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക? താഴത്ത് നിന്ന് മേളിലേക്ക് ഒരു വര വരക്കണം. ഈ വര വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഇത് ഇതേപോലെ എടുത്തെഴുതുക. ഇതാണ് ഇതിന്റെ MSB, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. MSB താഴത്തുള്ള ആള് ഇങ്ങനെ എഴുതുക. 1 1 1 1 0 ഉണ്ടോ? 30ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ് 1 1 1 1 0 എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ കൂടുതൽ ആളുകൾ വിദ്യാർത്ഥികൾ തെറ്റിക്കുന്നത് ഇത് വരക്കും, എന്നിട്ട് നേരെ തിരിച്ചെഴുതും. 0 1 1 1 1 എന്ന് എഴുതും. നേരെ അതേവരെ ചെയ്ത് മൊത്തം തെറ്റായി പോകും. അത് പാടില്ല. ഇങ്ങനെ എഴുതിയിട്ട് താഴ്ന്ന മേലേക്ക് ഒരു വര വരച്ചിരിക്കണം. അതൊരു കസ്റ്റമാണ്. എന്തുകൊണ്ടാ? തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. അതെല്ലാം എഴുതാൻ എഴുതിക്കും. ഓക്കെ, സോ ദാറ്റ് വാസ് ദ കൺവേർഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ ടു ബൈനറി നമ്പർ. നൗ ഒക്ടൽ കൺവേർഷൻ. അപ്പൊ ഇവിടെ ബൈനറിയിൽ നമ്മൾ 2 വെച്ച് ഹരിച്ചു. ഒക്ടലിൽ ഒരു എന്ത് വെച്ച് ഹരിക്കണം? 8 വെച്ച് ഹരിക്കുക. 120നെ ഞാൻ കൺവേർട്ട് ചെയ്യാണ്. 120 8 വെച്ച് ഹരിച്ചു. 15 15 × 8 120 ആണ്. അപ്പൊ റിമൈൻഡർ എത്രയാണ്? 0 വന്നു. തീർന്നില്ല. വീണ്ടും 15നെ 8 വെച്ച് ഹരിച്ചു. ഒരു തവണയുള്ളൂ. റിമൈൻഡർ എത്രയാ? 7. 8നെ വീണ്ടും 8 വെച്ച് ഹരിച്ചു. 0. റിമൈൻഡർ എത്രയാ? 1. ഈ 1 തന്നെ ഇവിടെ വരും. എന്നിട്ട് നേരെ ഇതേപോലെ ഒരു വര വരയ്ക്കുക. 170. അപ്പൊ 120ന് തത്തുല്യമായ ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 170 ആണ്. 170 ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെ ആയിരിക്കും. 120 ഇങ്ങനെ 10 ഇട്ടിട്ട് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കും ഇത് ബൈനറിയിൽ എത്രയാണെന്ന് ചോദിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിക്കോളാം കൺവേർഷൻ ആണെന്ന്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒക്ടൽ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഇതനുസരിച്ച് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി. അടുത്ത ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അടുത്ത ടീച്ചറിന് ക്ലാസ് എടുക്കാനുണ്ട്. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ റിപ്പീറ്റഡ് ആയിട്ട് 16 കൊണ്ട് ഹരിക്കുക. ഇവിടെ 16 കൊണ്ട് ഹരിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? റിമൈൻഡർ മാറ്റി എഴുതുക. 165നെ 16 കൊണ്ട് ഹരിച്ചപ്പോൾ 5 കിട്ടി. 10നെ വീണ്ടും 16 കൊണ്ട് ഹരിച്ചപ്പോൾ 10 ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടിയത്. ഇവിടെ 10 എന്ന് എഴുതരുത്. കാരണം ഹെക്സാഡെസിമൽ നമ്പറിൽ 10 ഇല്ല. 10ന് പകരം ഏതാണുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 10ന് പകരം ഉള്ളത് A ആണ്. അപ്പൊ നമ്മളോട് എന്ത് എഴുതി? A എന്ന് എഴുതി. ഇവിടെയും താഴ്ന്ന മേളിലേക്ക് വരച്ചു. അപ്പൊ A5 എന്നാണ് 165 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ. ഓക്കെ, അതാണ് ഡെസിമൽ ടു ബാക്കി നമ്പർ സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ. അടുത്തത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ്. തിരിച്ചുള്ള കൺവേർഷൻ. ബൈനറിയെ ഡെസിമൽ ആക്കുക. എങ്ങനെയാണ് ബൈനറി ഡെസിമൽ ആക്കുക? ബൈനറി ഡെസിമൽ ആക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബൈനറി നമ്പർ ആയിരിക്കുമല്ലോ. ഇതിന് ഓരോ പൊസിഷന്റെയും വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
വെയിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റിൽ 0 കൊണ്ട് തുടങ്ങും. അതാ ഈ നമ്പറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ബൈനറി നമ്പർ ആയതുകൊണ്ട് 2⁻0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ നമ്പറിനെ ശ്രദ്ധിക്കുക, ഇത് ഇൻറ്റു 2⁻0 പ്ലസ് തൊട്ടടുത്ത നമ്പർ എത്ര, അടുത്ത 1 അല്ലേ, ഈ 1 അല്ലേ, ഈ 1 ഇൻറ്റു 2⁻1 പ്ലസ് അടുത്ത നമ്പർ എത്രയാ 0 ഇൻറ്റു 2⁻0 പ്ലസ് നെക്സ്റ്റ് 0 ഇൻറ്റു 2⁻3 പ്ലസ് 1 ഇൻറ്റു 2⁻4 പ്ലസ് 1 ഇൻറ്റു 2⁻5. ഇതെല്ലാം എടുത്ത് എഴുതുക, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2⁻5 എന്ന് പറഞ്ഞാൽ 32, 16, ഇതെല്ലാം 0 ആണ്. ഒരു കാര്യം ഓർക്കുക, ഏത് നമ്പറിന്റെയും ടു ദ പവർ ഓഫ് 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0 ഇൻറ്റു 1 0 ആണ്. അപ്പൊ എന്ത് കിട്ടി, 50 കിട്ടി. അപ്പൊ 110010 എന്ന് പറയുന്ന ബൈനറി നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 50 ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഒക്ടൽ ടു ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒക്ടൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി, നേരെ ഒക്ടൽ നമ്പർ നമ്മൾ എന്ത് ചെയ്താൽ മതി, പൊസിഷൻ അനുസരിച്ച് 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നേരത്തെ ബൈനറിക്ക് പകരം 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓർക്കുക, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 8ന്റെ 8 സ്ക്വയർ, 8 ക്യൂബ്, 8⁴ വരെ ജസ്റ്റ് ഒന്ന് ഓർത്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ ഗുണിച്ചെടുക്കാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. അടുത്താണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ഇറ്റ് വിത്ത് 8, അതിന്റെ ബേസ് എത്രയാണ്, 16 ആണ്. 16 വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. I am going to convert 2b5 into corresponding decimal. How do I do that? ഞാൻ ഇതിന്റെ വെയിറ്റ് എഴുതി 5 ഇൻറ്റു ഈ നമ്പർ ആണല്ലോ ആദ്യം, 5 ഇൻറ്റു 16⁻0 പ്ലസ് ബി ഇൻറ്റു 16⁻1. ബി ഇൻറ്റു 16⁻1 എന്ന് പറയുന്നതിന് പകരം ബി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കറസ്പോണ്ടിങ് ഏതാണ്, 11 ആണ്. 11 ഇൻറ്റു 16⁻1 പ്ലസ് 2 ഇൻറ്റു 16⁻2. 16⁻2 ഇതെല്ലാം കൂടെ എക്സ്പാൻഡ് ചെയ്യുക. എത്ര കിട്ടി, 256 ആണ്. 16⁻2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 512. ഇത് 176, 5 693 കിട്ടി. അപ്പൊ 2b5ന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് പറയുന്നത് 693 ആണ്. ക്ലിയർ? കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സാധനം തന്നെയാണ്. ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. കണ്ടോ, 256 8 ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് വരും 10. ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ഈസ് നമ്പർ റെപ്രസെന്റേഷൻ. നമുക്ക് ഡിജിറ്റൽ എൻവയോൺമെന്റിൽ നമ്പറുകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് 3 തരത്തിലുള്ള മെത്തേഡ് ആണുള്ളത്. 3 methods to represent integer numbers. ഏതൊക്കെയാണ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ, 2's complement representation, 1's complement representation. ഫസ്റ്റ് വൺ ഈസ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്പറിനെ, പോസിറ്റീവ് നമ്പറിനെയും നെഗറ്റീവ് നമ്പറിനെയും എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ 8-bit ഫോമിൽ എഴുതുക. ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എഴുതുക. സൈൻ ബിറ്റ് ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് ബിറ്റും ഉണ്ടാവും, സൈൻ ബിറ്റും ഉണ്ടാവും. സൈൻ ബിറ്റിനെ എന്തായിട്ട് കാണുക, 0 എന്ന് എഴുതുക. അത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി മൈനസ് നമ്പർ, നെഗറ്റീവ് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്പർ ഇത് തന്നെ, സൈൻ എന്ത് ചെയ്യുക, സൈൻ ബിറ്റിനെ എന്താക്കുക, 1 ആക്കുക. അതേ ഉള്ളൂ അതിൻ്റെ അകത്ത് പഠിക്കാൻ. ഇനി വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സിനെ നേരത്തെ റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ റെപ്രസെന്റ് ചെയ്യുക. കറസ്പോണ്ടിങ്, ഇതിന്റെ കൺവേർഷൻ കാണിക്കാൻ നമുക്ക് സമയമില്ല. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് ആയിട്ട് നമ്മൾ എഴുതുക, ബിറ്റ്സിന്റെ ഗ്രൂപ്പായിട്ട് എഴുതുക. നെഗറ്റീവ് നമ്പറാണ് എന്ത് ചെയ്യുക, നമ്പറിന് എന്ത് ചെയ്യുക, അതിന് വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. എന്താണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന് പകരം 0, എവിടെ 1 ഉണ്ടോ അവിടെ 0 ആക്കുക, എവിടെ 0 ഉണ്ടോ അവിടെ 1 ആക്കുക. അതാണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. വൺസ് കോംപ്ലിമെന്റ് ഫോം ആണ് രണ്ടാമത്. മൂന്നാമത്തെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2's കോംപ്ലിമെന്റ് ഫോം. ഇവിടെയും പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, സാധാരണ നമ്പർ ഉപയോഗിച്ചാൽ മതി. നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി 2's കോംപ്ലിമെന്റ് എടുക്കുക. എങ്ങനെയാണ് 2's കോംപ്ലിമെന്റ് കാണുന്നത്? ഒരു നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടതിന് ശേഷം അതിനോട് 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2's കോംപ്ലിമെന്റ് നമ്പർ കിട്ടും. അതാണ് നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ. എങ്ങനെ നമുക്ക് ക്യാരക്ടറുകളെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. അതിലൊന്നാണ് ആസ്കി, യൂണിക്കോഡ്, ISCI, EBCDIC തുടങ്ങിയ ഡിഫറെന്റ് മെത്തേഡ്സ്. ഇതിൽ ആസ്കിയെ കുറിച്ച് ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ആസ്കിയുടെ ഫുൾ ഫോം. അഥവാ 7 ബിറ്റ് ഉപയോഗിച്ച് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് 7 ബിറ്റുകൾ ഉപയോഗിച്ച് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആസ്കി വാല്യൂ. നമ്മുടെ C++ പഠിക്കുമ്പോൾ നമുക്കറിയാം എയുടെ ആസ്കി വാല്യൂ എത്ര, ബിയുടെ ആസ്കി വാല്യൂ എത്ര നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ 7 ബിറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ആസ്കി വാല്യൂ റെപ്രസെന്റേഷൻ നടത്തുന്നത്.
അതുകൊണ്ട് നമുക്ക് 128 ക്യാരക്ടറിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ആസ്കിയുടെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ഉണ്ട്, ആസ്കി 8 എന്നാണ് പറയുക. അവിടെ ഒരു ബിറ്റ് കൂടി 8 ബിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ഫോമാണ് യൂണിക്കോഡ്. നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ സാധാരണ ഇപ്പൊ നാം പരിചയപ്പെടുന്ന നമ്മൾ മലയാളമൊക്കെ ടൈപ്പ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. കാരണം മലയാളത്തിനെയും മറ്റും യൂണിക്കോഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പൊ യൂണിക്കോഡ് ഈസ് എ അനദർ ഫോം ഓഫ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ. 16 ബിറ്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? 65,536. നോക്കൂ, ആസ്കി ഉപയോഗിച്ച് വെറും 128 ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇവിടെ 16 ബിറ്റ് വന്നപ്പോൾ 65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. അഥവാ ലോകത്തിലുള്ള എല്ലാ ഭാഷയിലെയും ക്യാരക്ടേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ആസ്കി എന്താണ്, യൂണിക്കോഡ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ചിലപ്പോൾ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്, ISCI. മറ്റൊന്നാണ് EBCDIC, എക്സ്റ്റൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ജസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഓരോന്നിലേക്കും പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ്. നമുക്കറിയാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഹാർഡ്വെയർ കമ്പോണൻസും സോഫ്റ്റ്വെയർ കമ്പോണൻസും ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ്വെയർ റെപ്രസെന്റ് ദ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിനെ കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന പോർഷൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്? സാധാരണഗതിയിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ആണ് ഹാർഡ്വെയർ ആയിട്ടുള്ളത്. ഹാർഡ്വെയർ കമ്പോണൻസ് ആർ അസോസിയേറ്റ് വിത്ത് ഫങ്ഷണൽ. ഈ ഹാർഡ്വെയർ കമ്പോണൻസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ്വെയർ കമ്പോണൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഒന്ന് മെമ്മറി. എന്താണ് മെമ്മറി? മെമ്മറി ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ. ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഇൻസ്ട്രക്ഷനുകൾ സ്റ്റോർ ചെയ്യാനും റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് മെമ്മറി എന്ന്. അപ്പോൾ മെമ്മറി ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പററിലി ഓർ പെർമനന്റ്ലി. മെമ്മറിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഇത് വളരെ പ്രധാനമാണ്. എന്താണ് പ്രൈമറി മെമ്മറി? പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഡേറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് ജോബ്സ് ടെമ്പററി. താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. അപ്പോൾ മെമ്മറിയെ രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി. അതിൽ പ്രൈമറി മെമ്മറിയാണ് ഹൈ സ്പീഡ് മെമ്മറി. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ പറയുന്നത് എത്ര GB റാം, അത് പ്രൈമറി മെമ്മറിയാണ്. അത് ടെമ്പററി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി ഹോൾഡ്സ് ഡേറ്റ ഇൻഫർമേഷൻ പെർമനന്റ്ലി. സ്ഥിരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതിനാണ് സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നത്. അതേപോലെ മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സ് നമുക്ക് കൂടെ പഠിക്കാനുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് 4 ബിറ്റുകളെ ചേർന്നാൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഒരു നിബിൾ. 4 bits ആർ കോൾഡ് എ നിബിൾ. അതേപോലെ 8 ബിറ്റുകളെ ചേർന്നാൽ നമുക്ക് എന്തറിയാം? ഒരു ബൈറ്റ് എന്ന് പറയാം. ഒരു കിലോ ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 ബൈറ്റുകളാണ്. ഈ 1024 എന്ന് പറയാൻ കാരണം 2 2ന്റെ പവർ ആയിട്ട് വരുന്നതുകൊണ്ടാണ് 1024 എന്ന് പറയുന്നത്. 1024 ബൈറ്റ്സ് ഈസ് ഈക്വൽ ടു 1 കിലോബൈറ്റ്. അതേപോലെ മെഗാബൈറ്റ് ഉണ്ട്, ജിഗാബൈറ്റ് ഉണ്ട്, ടെറാബൈറ്റ് ഉണ്ട്, പെറ്റാബൈറ്റ് ഉണ്ട്. ഇത് ഓരോന്നും ചോദിക്കാം. 1 ടെറാബൈറ്റ് ഇസ് ഈക്വൽ ടു 1024 GB. ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് മെമ്മറിയുടെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുള്ളത് പ്രൈമറി മെമ്മറി. നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ആക്സസ് ഡയറക്ട്ലി ബൈ CPU. ഒരു CPU-നെ നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡേറ്റ ഇൻ ഹൈ സ്പീഡ്. ഹൈ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുന്നത് പ്രൈമറി മെമ്മറിയാണ്. 3 തരത്തിലുള്ള പ്രൈമറി മെമ്മറിയാണ് സാധാരണയുള്ളത്. ഏതൊക്കെയാണ്? റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. മറക്കരുത്, പ്രൈമറി മെമ്മറിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡേറ്റ ആൻഡ് ഹൈ സ്പീഡ്. അതേപോലെ തന്നെ CPU-ന് ഡയറക്ട്ലി ആക്സസിബിൾ ആയിട്ടുള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. 3 തരത്തിലുള്ള മെമ്മറി ഏതൊക്കെയാണ്? റാം, റോം, ക്യാഷ് മെമ്മറി. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് റെഫേഴ്സ് ദ മെയിൻ മെമ്മറി ദാറ്റ് മൈക്രോപ്രോസസർ ക്യാൻ റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു. ഡേറ്റ ക്യാൻ സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവെയർ. അതിന്റെ ഒരു ഓർഗനൈസേഷനിൽ നിന്ന്, ഞാൻ വരച്ച് പഠിപ്പിക്കുന്നില്ല, എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ആക്സ് ചെയ്യാം. സീക്വൻഷ്യൽ അല്ല, നമുക്ക് ഈ ഒരു പോർഷൻ ആക്സ് ചെയ്യണമെങ്കിൽ ആക്സ് ചെയ്യാം, തൊട്ടടുത്ത് ഈ ഒരു ലൊക്കേഷൻ ആക്സ് ചെയ്യാൻ റാൻഡം ആയിട്ട് എന്ത് ചെയ്യാം? CPU-ന് അഡ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന്റെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി. ഈ പേരിൽ നിന്ന് നമുക്ക് പഠിക്കാം. നേരത്തെ മേസൻ സാറ് പറഞ്ഞ പോലെ പേരെല്ലാത്തിനും ഓർത്തിരിക്കുക. റീഡ് ഓൺലി മെമ്മറി, വായിക്കാനേ സാധിക്കുള്ളൂ, അതിലേക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് എ പെർമനന്റ് മെമ്മറി. It is a permanent memory that can perform only read operations and its contents cannot be easily altered. 3 തരത്തിലുള്ള ROM ആണ് പ്രധാനമായിട്ടുള്ളത്. PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EPROM, EEPROM. ഈ പേരും ഓർത്തിരിക്കുക. ഇവ തമ്മിലുള്ള വ്യത്യാസം സ്ഥിരമായി പരീക്ഷ ചോദിക്കാറുണ്ട്. റാം റോമും തമ്മിലുള്ള വ്യത്യാസം: റാം ഫാസ്റ്റർ ആണ്, കമ്പയർഡ് ടു റാം റോം സ്ലോവർ ആണ്. പിന്നീട് എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി സ്റ്റോർസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ റോമിന്റെ അകത്തായിരിക്കും, റാമിന്റെ അകത്തായിരിക്കും. റോമിന്റെ പ്രത്യേകത എന്താണ്? പെർമനന്റ് സ്റ്റോറേജ് ആണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ റോമിൽ നിന്നുള്ള കണ്ടന്റ് ആണ് ബൂട്ട് ചെയ്യുക. പിന്നീട് റാമിന്റെ പ്രത്യേകത എന്താണ്? റാൻഡം ആക്സസ് ആണ്. അതേപോലെ ഇതിനേക്ക് നമുക്ക് റൈറ്റ് ചെയ്യുകയും ഇതിൽ നിന്ന് റീഡ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ റോം എന്നുള്ളത് നോൺ വോളറ്റൈൽ ആണ്. കണ്ടന്റ്സിനെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ കണ്ടന്റ് ഡിലീറ്റ് ആവില്ല. അപ്പൊ ഈ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുക. ഞാൻ സ്പീഡിലാണ് പോകുന്നത്, എനിക്കറിയാം. അടുത്തത് ഇൻപുട്ട് ഡിവൈസസ്. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കമ്പണന്റ് ഇൻപുട്ട് ഡിവൈസ്. എന്താണ് ഇൻപുട്ട് ഡിവൈസ്? കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ കൊടുക്കുന്ന, കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പോണൻസിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഓർത്തിരിക്കുക: കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, സ്കാനർ. ഇത് സ്കാനർ പലതരത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. എന്താണ് സ്കാനറിന്റെ ഉദ്ദേശം? ഇറ്റ് അലൗസ് ഇൻപുട്സ് ലൈക്ക് പിക്ചേഴ്സ് ഓർ പ്രിന്റഡ് ടെക്സ്റ്റ് എക്സെട്ര. നമ്മുടെ കയ്യിലുള്ള പേപ്പറുകളെ, പ്രിന്റഡ് ടെക്സ്റ്റിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്കാനർ. മറ്റൊന്നാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR ഷീറ്റ്. വേറൊന്നാണ് ബാർകോഡ് റീഡർ, QR കോഡ്. QR കോഡിന്റെ ഫുൾ ഫോം എന്താണ്? ക്വിക്ക് റെസ്പോൺസ് കോഡ്. അപ്പൊ ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. മൗസ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ യൂസർ ആണ്, ഗ്രാഫിക്കൽ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഇനി ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. 5 ഇൻപുട്ട് ഡിവൈസുകളുടെ പേര് ചോദിക്കാറുണ്ട് സാധാരണ. മറ്റൊരു സ്ഥിരമായിട്ട് ഫുൾ ഫോം ചോദിക്കുന്നതാണ് MICR റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ റീഡർ. സാധാരണ ബാങ്കുകളിൽ ചെക്ക് ക്ലിയറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത എക്സാമ്പിൾ ചോദിക്കാറുള്ള ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് എന്തിനാ ഉപയോഗിക്കുക? ഇൻഫർമേഷനെ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. മോണിറ്റർ, LCD പ്രൊജക്ടർ, ഇവയെല്ലാം ഔട്ട്പുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഈ മോണിറ്ററും LCD പ്രൊജക്ടറും നമുക്ക് സോഫ്റ്റ് കോപ്പിയാണ് തരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹാർഡ് കോപ്പി അല്ല, ഒരു സോഫ്റ്റ് കോപ്പിയാണ്. എന്നാൽ പ്രിന്ററും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്ററിന്റെ പ്രത്യേകത: പ്രിന്റേഴ്സ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പ്രിന്ററുകൾ ഉപയോഗിക്കുന്നത്. 2 തരത്തിലുള്ള പ്രിന്ററുകളുണ്ട്: ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്ററും. ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. എന്താണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഡിവൈസും പേപ്പറുമായിട്ട് അതിന്റെ പ്രിന്റിംഗ് നടക്കുന്ന സമയത്ത് പേപ്പറുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. എവിടെ? ഇമ്പാക്ട് പ്രിന്ററിൽ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, കടയിൽ ബില്ലടിക്കുന്ന പ്രിന്റർ, അത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. എന്നാൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് അത്തരത്തിലൊരു കോണ്ടാക്ട് ഇല്ല, അതുകൊണ്ട് അത് സ്പീഡ് ആയിരിക്കും. നമ്മുടെ ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഇതെല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. പ്രിന്റേഴ്സ് ആർ യൂസ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്. എന്താണ് ഹാർഡ് കോപ്പി? പേപ്പറിൽ എടുക്കുന്ന പ്രിന്റ് ആണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ ആണ് ഇ വേസ്റ്റ്. എന്താണ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് റെഫേഴ്സ് ടു യൂസ്ലെസ് ഇലക്ട്രോണിക് പ്രൊഡക്റ്റ്. ഒരു നമ്മുടെ യൂസ്ലെസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ പറയുന്ന പേരാണ് ഇ വേസ്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇതിനെല്ലാം നമുക്ക് ഇ വേസ്റ്റ് എന്ന് പറയാം. അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ലെഡ്, മെർക്കുറി, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ്, BFRന്റെ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് ഇ വേസ്റ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഇനി $1 million ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. ഏതൊക്കെയാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്? പ്രധാനപ്പെട്ട റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. റീയൂസ്, ഈ ഇൻസിനറേഷൻ ഓർത്തിരിക്കുക. എന്താണ്? വലിയ ടെമ്പറേച്ചറിൽ, ഹൈ ടെമ്പറേച്ചറിൽ വസ്തുക്കളെ കരിച്ചു കളയുന്ന ഒരു പ്രക്രിയയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്, ഇവയെല്ലാമാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. നെക്സ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർ? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് help us to use computer system and other electronic devices efficiently and effectively. 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സോഫ്റ്റ്വെയറിന് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും.
ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ കാണിച്ച അതേ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് സോഫ്റ്റ്വെയറിനെ പലതായിട്ട് തിരിക്കാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ വീണ്ടും തിരിക്കാം. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ വീണ്ടും തിരിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ജനറൽ പർപ്പസ് എന്നും സ്പെസിഫിക് പർപ്പസ് എന്നും പറയാം. ഇതൊന്നും നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയ പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നാലും അറിഞ്ഞിരിക്കുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പല ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. ഇനി ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, അത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഇതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഡോസ്, വിൻഡോസ്, യുണീക്സ്, ലിനക്സ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് ഡിവൈസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. ഇതിൽ ലോ ലെവൽ ലാംഗ്വേജ് വീണ്ടും രണ്ട് തരത്തിലുള്ളതുണ്ട്. ഒന്ന് മെഷീൻ ലാംഗ്വേജും മറ്റൊന്ന് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സീറോസും വൺസും ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. നെക്സ്റ്റ് ഈസ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് എന്താണ്? നിമോണിക്സ് എന്ന് പറയും. ഇവിടെ സീറോസും വൺസും ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവയെല്ലാം ഒന്ന് റാപ്പ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് ആഡ്, സബ്ട്രാക്ട്, സബ്, ലോഡ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേക തരത്തിലുള്ള കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമുക്ക് സാധാരണ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. C++ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. അടുത്തത് സ്ഥിരം ചോദ്യമാണ് ലാംഗ്വേജ് പ്രോസസർ. വ്യത്യസ്ത തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസർ ഏതൊക്കെയാണ്? അസംബ്ലർ, ഇന്റർപ്രിറ്റർ, കമ്പൈലർ. ഇതിൽ അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പഠിച്ച അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ. ഇന്റർപ്രിറ്ററും കമ്പൈലറും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇതിന്റെ മോഡ് ഓഫ് എക്സിക്യൂഷൻ വ്യത്യാസമുണ്ട്. ഇന്റർപ്രിറ്ററിന്റെ പ്രത്യേകത, ഇറ്റ് കൺവേർട്ട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഇൻ എ ലൈൻ ബൈ ലൈൻ മെത്തേഡ്. ഓരോ ലൈനും കൺവേർട്ട് ചെയ്ത് മുന്നോട്ട് പോകും ഇന്റർപ്രിറ്റർ. കമ്പൈലർ അങ്ങനെയല്ല, മൊത്തം സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. അപ്പോൾ ഒറ്റേ സ്ട്രെച്ച് മൊത്തം റീഡ് ചെയ്ത് എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും പരിപാടി, മൊത്തം ഒട്ടും കൺവേർട്ട് ചെയ്യില്ല. പക്ഷെ ഇന്റർപ്രിറ്റർ അങ്ങനെയല്ല, എവിടെ വരെയാണോ കറക്റ്റ് അതുവരെ കൺവേർഷൻ നടക്കും. അതാണ് നമുക്ക് പഠിക്കാൻ. പിന്നീട് ഫ്രീ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഇതിൻ്റെ അകത്ത് പറയാറുണ്ട്. നമുക്ക് യൂസേഴ്സിന് പലതരത്തിലുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അത് കോപ്പി ചെയ്യാനും ഒരു സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എക്സാം ചെയ്യുക, ചേഞ്ച് ചെയ്യുക, ഇതിനെല്ലാത്തിനും കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ഫ്രീഡം ആണുള്ളത്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഫ്രീഡം 3 എന്ന് പറയുന്നതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ഫ്രീഡം. ഇവിടെ ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്മെന്റ്സ്. നമുക്കൊരു സോഫ്റ്റ്വെയറിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ കോഡ് മോഡിഫൈ ചെയ്ത് നമ്മുടേതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫോർത്ത് ലെവൽ ഓഫ് ഫ്രീഡം അഥവാ ഫ്രീഡം 3. ഇത് ഫ്രീ സോഫ്റ്റ്വെയർ. മറ്റതിനെ അതല്ലാത്ത സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ നേരിട്ട് പോയി കോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതൊരു സോഫ്റ്റ്വെയർ ആയിട്ട് വരണമെങ്കിൽ അതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഇതിന്റെ സ്റ്റേജസിനെല്ലാം നമുക്ക് 7 ആയിട്ട് തിരിക്കാം. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, ഇത് മനസ്സിലാക്കാവുന്നതാണ്. 7ഉം കാണാതെ പഠിച്ചേ പറ്റൂ. ഏതൊക്കെയാണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, എന്ത് പ്രോബ്ലമാണ് നമുക്കുള്ളത് എന്ന് പഠിക്കുക. ഇത് ചോദിക്കും, ഈ പേര് മാത്രമേ ചോദിക്കുള്ളൂ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഫോക്കസ്. ലിസ്റ്റിംഗ് ഓൺലി. നമുക്ക് എന്തിനാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്? ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുക, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ഫ്ലോ ചാർട്ടും പ്രിപ്പയർ ചെയ്യുക. ഇവിടെയാണ് കോഡിങ്. നമ്മൾ കരുതിയിരിക്കുന്നത് ഇതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ളതാണ്. കോഡിംഗ് ദ പ്രോഗ്രാം, ദെൻ ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, execution and testing, documentation. So these are the different 7 steps, or these are the phases in programming: problem identification, algorithm and flowchart preparation, coding, translation, debugging, execution and testing, documentation. ഇതിന്റെ ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഇവിടെ ഒരു ഡീബഗ്ഗിംഗ് ഉണ്ട്. ഈ ഡീബഗ്ഗിംഗ് എവിടെയാണ്? ട്രാൻസ്ലേഷനും എക്സിക്യൂഷനും ഇടയ്ക്കാണ്. ഇതിലേക്ക് ഒരു ബൈ ഡയറക്ഷണൽ കണക്ഷൻ ഉണ്ട്. ഇത് മാത്രം ഓർത്തിരുന്നാൽ പടം വരച്ചാൽ ഫുൾ മാർക്ക് തരാതിരിക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൽഗോരിതം ആണ്. അൽഗോരിതം ഡെഫിനിഷൻ സാധാരണ ചോദിക്കാറുണ്ട്. എന്താണ് അൽഗോരിതം? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അടുത്തതാണ് ഫ്ലോ ചാർട്ട്. ഇതേപോലെ തന്നെ വേറൊരു പ്രോഗ്രാമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മറ്റൊരു ഡിസൈൻ ഫാക്ടർ ആണ്, ഒരു സ്റ്റേജ് ആണ് ഫ്ലോ ചാർട്ട്.
The pictorial representation of an algorithm is known as flowchart. ഇതാ പലതരത്തിലുള്ള ഫ്ലോ ചാർട്ട് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉണ്ട്. എലിപ്സ്, പാരലലോഗ്രാം, റെക്ടാംഗിൾ, റോംബസ്. ദാ ഇവൻ വില്ലനാണ് മിക്കവാറും ചോദിക്കാറുണ്ട് എന്താണ് റോംബസ് ഉപയോഗിക്കുന്നത്. രണ്ട് ഔട്ട്പുട്ട്, സിംഗിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും ഉള്ള ഒരു സംഭവമാണെന്ത് റോംബസ് എന്ന് പറയുന്നത്. ഇത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മളൊരു ഡിസിഷൻ യെസ് ഓർ നോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യെസ് എന്നോ നോ എന്നോ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, റോംബസ് ഫ്ലോ ചാർട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ആണ്. ഓക്കെ, സാധാരണ ചോദിക്കാറുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു പ്രോബ്ലം തന്നിട്ട് അതിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടും എഴുതാൻ ചോദിക്കാറുണ്ട്. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണിത്. എവിടെയും സ്റ്റാർട്ടും സ്റ്റോപ്പും നമ്മൾ എഴുതുക, പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടിനെ സ്വീകരിക്കുക. AB, ഇത് 2 ഇൻപുട്ടാണ്, അത് സ്വീകരിക്കുക, അതിന്റെ സം കാണുക. ഇത് ഓരോന്ന് ഇൻഡിപെൻഡന്റ് സ്റ്റെപ്പുകളാണ്, അറ്റോമിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അൽഗോരിതം എന്ന് പറയുന്നത്. സം കാണുക, S=A+B, നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യുക, അവസാനം സ്റ്റോപ്പ് ചെയ്യുക. 5 സ്റ്റെപ്പുകളാണ് എന്തിനുള്ള 2 നമ്പറിന്റെ സം കാണാനുള്ളത്. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ഇത് പഠിക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ മിക്കവാറും ഇത് ചോദിക്കുക, അല്ലെ അടുത്തായിട്ട് കാണിക്കുക. ഒരു ആവറേജ് കാണാനുള്ള ഒരു പ്രോബ്ലവും ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിന്റെ അൽഗോരിതം ഇതാണ്. ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, സ്റ്റാർട്ടിൽ തുടങ്ങി നമ്മൾ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത് പാരലലോഗ്രാം ഉപയോഗിച്ചാണ്. ഇൻപുട്ട് AB, അതിനുശേഷം പ്രോസസ്സ് എങ്ങനെയാണ്, S=A+B, റെക്ടാംഗിൾ ആണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഒരേ സിമ്പിൾ ആണ്, പ്രിന്റ് എസ്. അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റോപ്പ്. വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക. അതേപോലെ വേറൊരു പ്രോബ്ലം, റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണാൻ. ചെറിയ വ്യത്യാസം, ഇവിടെ 3 നമ്പർ ഉണ്ട്, ABC. സം എങ്ങനെയാണ്, S=A+B+C. ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്, എന്താ പ്രോസസ്സ്, ആവറേജ് S=S/3. ഈ കണ്ട സമ്മിന്റെ അതിനെ ഡിവൈഡ് ചെയ്യുക, then print that result, stop. ഓക്കെ, സിമ്പിൾ. ഇവിടെ ഈ റെക്ടാംഗിളിനകത്ത് 2 പ്രോസസ്സ് എഴുതിയിരിക്കുന്നു. S=A+B+C, ആവറേജ് S/3. അടുത്ത ഒരു പോർഷൻ ആണ് ഡീബഗ്ഗിംഗ്. എന്താണ് ഡീബഗ്ഗിംഗ്? പ്രോഗ്രാമിൽ എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ഡീബഗ്ഗിംഗ് എന്ന് പറയുക. പ്രോഗ്രാം എറേഴ്സിനെ പറയുന്ന പേരാണ് ബഗ്സ്. ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ്. ഡിറ്റക്ട് ചെയ്യുക മാത്രമല്ല കേട്ടോ, കറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. കറക്റ്റിംഗ് ബഗ്സ് ആർ കോൾഡ് ഡീബഗ്ഗിംഗ്. 3 തരത്തിലുള്ള എറേഴ്സ് ആണ് ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവാറുള്ളത്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. എന്താണ് സിന്റാക്സ് എറർ? നമ്മൾ പ്രോഗ്രാമിന്റെ സിന്റാക്സ് അനുസരിച്ചല്ല, അതിന്റെ റൂൾസ് അനുസരിച്ചല്ല പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എററാണ് സിന്റാക്സ് എറർ എന്ന് പറയുന്നത്. എറേഴ്സ് വിച്ച് ഒക്കേഴ്സ് വെൻ ദ റൂൾസ് ഓർ സിന്റാക്സ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ, ഇത് തന്നെ തെറ്റാണ്. എക്സാമ്പിൾ എന്താ, ഇന്റ് എ. ഇവിടെ ഇന്റ് എ എന്ന് സ്മോൾ ലെറ്റർ കൊടുക്കേണ്ടത്, INT. അതിന് പകരം ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. ഇതൊരു സിന്റാക്സ് എറർ ആണ്. അപ്പോൾ സിന്റാക്സ് എറർ ഒരു തരത്തിലുള്ള എറർ ആണ്. രണ്ടാമത്തെ എറർ ആണ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദി ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലോജിക്. അത് നമ്മൾ പ്രോഗ്രാമിന്റെ ലോജിക് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അല്ല കോഡ് ചെയ്തിരിക്കുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലോജിക്കൽ എറർ. ഉദാഹരണത്തിന് 10 നമ്പറുകൾ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി. നമ്മൾ 9 ലെസ് ദാൻ കൊടുക്കേണ്ട സ്ഥാനത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കേണ്ട സ്ഥാനത്ത് ലെസ് ദാൻ കൊടുത്തു കഴിഞ്ഞാൽ 9 നമ്പറേ പ്രിന്റ് ചെയ്യുള്ളൂ. അതൊരു ലോജിക്കൽ എറർ ആണ്. നെക്സ്റ്റ് ഈസ് റൺ ടൈം എറർ. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ എറർ ഉണ്ടാവില്ല, അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമുള്ള എററാണ് റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഇവിടെ എറേഴ്സ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഉദാഹരണത്തിന് ഡിവിഷൻ ബൈ 0, ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട സാഹചര്യം ഒരുങ്ങുക, റൺ ടൈം എററിന് എക്സാമ്പിൾ ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ എന്താണ് ഡീബഗ്ഗിംഗ് എന്നുള്ളതും പ്രോഗ്രാമിന്റെ ഡിഫറെന്റ് ഫേസസ് എന്താണെന്നുള്ളതും പലതരത്തിലുള്ള എറേഴ്സ് എന്താണെന്നുള്ളതും സ്ഥിരം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 2 അൽഗോരിതവും, ഇപ്പോൾ പറഞ്ഞ 2 അൽഗോരിതവും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ടും പഠിച്ചു വെക്കുക. ഓർക്കുക, വളരെ വലിയൊരു ചാൻസ് ആണ് നല്ല മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു വിജയം നേരുന്നു. ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ചും KSTയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ക്ലാസ് എടുക്കുന്ന സൗമ്യ ടീച്ചർക്കും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ആൾ.
നമസ്കാരം. KST കോഴിക്കോട് ജില്ലാടിസ്ഥാനത്തിൽ അരികെ എന്നുള്ള ഈ പരിപാടി കുട്ടികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് കേൾക്കാൻ ഒരുപാട് പേര് ഇവിടെ നമ്മുടെ കുട്ടികൾ എന്റെ കൂട്ടത്തിലുണ്ട്. ആദ്യത്തെ സെഷൻ നിഷാദ് സാർ വളരെ മനോഹരമായി വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു. വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് 4ാമത്തെ ചാപ്റ്റർ മുതലാണ്. പ്രോഗ്രാമിംഗ് ആണ് 4ാമത്തെ ചാപ്റ്റർ മുതൽ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത് C++ ആണ്. അപ്പൊ എല്ലാവരും ഒരു പേടിയോടുകൂടിയാണ് ഈ പ്രോഗ്രാമിംഗ് സെക്ഷൻസ് കാണുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാമെന്ന് നോക്കാം. ഈ 4 ചാപ്റ്റർ, അതായത് 4, 5, 6, 7 ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 40 മാർക്കിന്റെ ചോദ്യങ്ങൾ ആണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ നല്ല മാർക്ക് പാസ്സാവാൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നല്ല മികച്ച മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പൊ നമുക്ക് ജസ്റ്റ് പ്രോഗ്രാം ഒന്ന് നോക്കാം. ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണിത്. ഇത് നമുക്ക് 6ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. എന്തൊക്കെയാണ് ഒരു C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് std, ഇന്റ് മെയിൻ, പിന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക, റിട്ടേൺ 0, ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഏതൊരു C++ പ്രോഗ്രാം ചോദിച്ചാലും ഈ ഒരു സ്ട്രക്ചർ എഴുതി വെക്കുക. അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ പോലും ഈ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് എഴുതി വെക്കേണ്ടത്. ഒന്ന് ഓർക്കേണ്ടത്, ഓരോ C++ പ്രോഗ്രാമും തുടങ്ങുന്നത് മെയിനിൽ നിന്നാണ്. മെയിൻ മുതലാണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. C++ പ്രോഗ്രാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മെയിനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതിൽ എന്താണ് ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിം സ്പേസ് എന്ന് പറയാം. അതിനു മുൻപ് അടുത്തൊരു പ്രോഗ്രാം കാണിക്കാം. ഈ ഒരു പ്രോഗ്രാം നമുക്കൊരു സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമില് നേരത്തെ എഴുതിയതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചറിന്റെ ഉള്ളില് മെയിൻ കഴിഞ്ഞിട്ട് ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അവിടെ ഒരു ബ്രേസസ് വന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട പ്രോഗ്രാമിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കൊടുക്കേണ്ടത്. ഓരോ പ്രോഗ്രാം അനുസരിച്ച് ഈ ഇൻസ്ട്രക്ഷൻസിനാണ് വ്യത്യാസം വരിക. ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഓരോ വാക്കും, ഇതിനകത്തുള്ള ഓരോ വാക്കും, ഈ പ്രോഗ്രാമിലെ ഓരോ വാക്കിനെയും പറയുന്നത് ടോക്കൺസ് എന്നാണ്. അപ്പോ ടോക്കൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിൽ ഓരോ അക്ഷരങ്ങൾ വേർഡുകളാക്കി മാറ്റി ഓരോ വേർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ ഓരോ വേർഡിനെയും നമ്മൾ പറയുന്നത് ടോക്കൺ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിനകത്തുള്ള ഓരോന്നും ടോക്കൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ടോക്കൺസ് ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ബ്ലൂ കളറിൽ ചില വാക്കുകൾ കാണുന്നുണ്ട്, പിന്നെ ഒരു സെമി കോളൻ കാണുന്നുണ്ട്, കോഡ്സ് കാണുന്നുണ്ട്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചിഹ്നം കാണുന്നുണ്ട്, ഈക്വൽ ടു കാണുന്നുണ്ട്, പ്ലസ് കാണുന്നുണ്ട്, 5 എന്നുള്ള സംഖ്യ കാണുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ടോക്കൺസ് ഇതിനകത്തുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ട ചോദ്യം. ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടോക്കൺ? ടോക്കൺ ഇസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാം. C++ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ വാക്കുകളെയും നമ്മൾ എന്ത് പറയുന്നു? ടോക്കൺസ് എന്ന് പറയുന്നു. ടോക്കൺസ് 5 തരത്തിലുണ്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്നതില്ലേ ഇന്റ്, റിട്ടേൺ, ഇതിനെയൊക്കെ പറയുന്നത് കീവേഡുകൾ എന്നാണ്. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ് ആണ്. നമ്മളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു ടേബിൾ റിസർവ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല, അത് മറ്റാർക്കോ വേണ്ടിയിട്ട് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ C++ലെ ചില വാക്കുകൾക്ക് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതിന് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ. അതാണ് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഈ കീവേഡുകൾ. ഇന്റ്, ഫോർ, വൈല്, അതിനെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ എന്താ ചെയ്തേക്കണെന്നറിയോ? എന്തിന്റെ പ്രോഗ്രാം ആണെന്നറിയോ? ഒരു സംഖ്യ കീബോർഡ് വഴി ഒരു സംഖ്യ എൻ്റർ ചെയ്തിട്ട് അതിന്റെ ഒപ്പം 5 എന്നുള്ള ഡിജിറ്റ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പൊ നമുക്കറിയാം എന്തൊരു കാര്യവും നമുക്ക് ജീവിതത്തിലാണെങ്കിൽ പോലും എന്തൊരു കാര്യവും കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ സാധനം വെക്കാനുള്ള ഒരു പാത്രം വേണം, അല്ലെ? നമുക്ക് ഫുഡ് എടുക്കണമെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും വാങ്ങാൻ പോകണമെങ്കിലും ഒരു കണ്ടെയ്നർ വേണം. ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ഒരു സാധനം കൊള്ളാവുന്ന കണ്ടെയ്നർ വേണം. ഇവിടെ നമുക്കൊരു സംഖ്യ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് ഇവിടെയും ഒരു പാത്രം വേണം, മെമ്മറി എന്ന് പറയുന്ന പാത്രം. ആ മെമ്മറിയുടെ പേരാണ് num1. എനിക്ക് ഒരു സംഖ്യ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണം, അതിന് വേണ്ട പാത്രം, അതിന് വേണ്ട മെമ്മറിയാണ് ഈ num1 എന്ന് പറയുന്നത്. ഈ num1 എന്ന് പറയുന്നത് ഒരു മെമ്മറിയെ സൂചിപ്പിക്കുന്നു. മെമ്മറി സൂചിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിമിനെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ ടോക്കൺ ആണ്. മെമ്മറിയെ സൂചിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന പേരുകൾ, അതിന് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നു. ഈ സമ്മും ഐഡന്റിഫയർ ആണ്. ഈ ഐഡന്റിഫയറിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പേരിൽ, ഐഡന്റിഫയറിൽ കൊടുക്കുന്ന പേരിൽ 3 തരത്തിലുള്ള ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ. ഒന്ന് ആൽഫബറ്റ് ABCD വരാം, പിന്നെ ഡിജിറ്റ്സ് 0, 1, 2, 3 up to 9 വരാം, പിന്നെ അണ്ടർസ്കോർ എന്ന് പറയുന്ന സ്പെഷ്യൽ സിംബൽ. ഇതല്ലാതെ മറ്റൊരു ചിഹ്നങ്ങളോ സ്പേസോ ഒന്നും ഈ പേരിൽ വരാൻ പാടില്ല.
അത് തന്നെ ഈ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആൽഫബറ്റ് ആയിരിക്കണം. ഇവിടെ കണ്ടോ, എന്നിൽ സ്റ്റാർട്ട് ചെയ്തു, എസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യണം. ദാ എസ്സിന് മുൻപ് ഞാൻ ഒരു അണ്ടർസ്കോർ ഇട്ടാൽ ഇതും കറക്റ്റ് ആണ്, ഇതും ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. അപ്പൊ ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ബ്ലാങ്ക് സ്പേസ് വരാൻ പാടില്ല. സ്റ്റാർട്ടിംഗ് ലെറ്റർ ഒന്നുകിൽ ആൽഫബറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഇതാണ് രണ്ടാമത്തെ ടോക്കൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, സം ഈക്വൽ ടു ഒരു ഓപ്പറേറ്റർ ആണ്, പിന്നെ പ്ലസ് ഒരു ഓപ്പറേറ്റർ ആണ്, അഡീഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ്. അപ്പൊ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ കോഡ്സ്, ഇത് കണ്ടോ, കോഡ്സ് എന്റർ 2 നമ്പേഴ്സ്, അവിടെ കോഡ്സ് കൊടുത്തേക്കുന്ന കണ്ടോ, അതിന്റെ ഏറ്റവും അവസാനം സെമികോളൻ. C++ലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അവസാനിച്ചു എന്ന് കാണിക്കാൻ നമ്മൾ ഇടുന്ന ഒരു പങ്ക്ച്വേഷൻ ആണ് സെമികോളൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മൾ എന്ത് പറയും, പങ്ക്ച്വേറ്റേഴ്സ്. അതാണ് നമ്മുടെ നാലാമത്തെ ടോക്കൺ. പിന്നെ 5 ഈസ് എ ലിറ്ററൽ കോൺസ്റ്റന്റ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് 5. ഇതിനെ ഇന്റിജർ കോൺസ്റ്റന്റ്, പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് ഇന്റിജർ ലിറ്ററൽ എന്ന് പറയും. മറ്റ് ലിറ്ററൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിനകത്ത് നോക്കൂ, ഈ നമ്മും സമ്മും രണ്ട് പാത്രങ്ങളാണ്. ഞാൻ പറഞ്ഞു നമ്മ എന്തിനാണ്, കീബോർഡ് വഴി കൊടുക്കുന്ന ഒരു നമ്പർ സ്റ്റോർ ചെയ്യാനും. സം എന്തിനാണ്, ആ നമ്പറും 5ഉം കൂടെ കൂട്ടിയിട്ട് ആ വാല്യൂ കൊണ്ടുവയ്ക്കാനുള്ള മറ്റൊരു മെമ്മറിയാണ് സം. ഇത് രണ്ടും എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത് നമ്മൾ പറയണം. അതായത് ഇതിനകത്ത് എന്ത് ഡാറ്റയാണ് കൊള്ളുന്നതെന്ന് പറയണം. ഫോർ സപ്പോസ് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിക്ക്, ഒരു 2 വയസ്സായ കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പാത്രവും ഒരു 30-35 വയസ്സായ ഒരാൾ കഴിക്കുന്ന പാത്രവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഭക്ഷണത്തിന്റെ അളവ് അനുസരിച്ച് നമ്മൾ കുട്ടിക്ക് ചെറിയ പാത്രം എടുക്കും, ചിലപ്പോൾ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള പാത്രമായിരിക്കും എടുക്കാം. വലിയൊരാൾക്ക് എല്ലാ കറികളും അല്ലെങ്കിൽ കുറച്ചധികം ഭക്ഷണം കൊള്ളുന്ന രീതിയിൽ വലിയൊരു പാത്രമായിരിക്കും എടുക്കുക. അപ്പൊ നമ്മൾ എന്ത് തരം മെമ്മറിയാണ് വേണ്ടത്, മെമ്മറിയുടെ സൈസ് എത്രയാണ്, എത്രത്തോളം സൈസ് വേണം എന്നുള്ളത് പ്രോഗ്രാമിന്റെ ആദ്യം തന്നെ പറയണം. നമുക്ക് 2 മെമ്മറി വേണം, നമ്പറും സമ്മും. അത് എന്ത് ടൈപ്പ് ആണ്, അതാണ് ഈ ഇന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റ എന്ത് ടൈപ്പാണ്, അതിൽ എത്രത്തോളം ഡാറ്റ കൊള്ളും, എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മൾ ചായ ആണെങ്കിൽ ഒരു കപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാൻ ഒരു പരന്ന പാത്രം എടുക്കുന്നു. അപ്പൊ എന്ത് തരത്തിലുള്ള ഡേറ്റ ആണെന്നനുസരിച്ച് എടുക്കുന്ന പാത്രത്തിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, സൈസ് മാറുന്നുണ്ട്. അപ്പൊ എന്ത് തരത്തിലുള്ള ഡേറ്റയാണ് എന്ന് കാണിക്കാനാണ് ഈ കീവേഡുകൾ, അതായത് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന കീവേഡുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇന്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഇതുപോലെ മറ്റ് 4 ഡാറ്റ ടൈപ്സ് നമുക്കുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കമ്പ്യൂട്ടറിന് മോണിറ്ററിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് സി ഔട്ട് എന്ന് പറയുന്നത്. സി ഔട്ട്, പിന്നെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്, സി ഔട്ടിന്റെ ഓപ്പറേറ്റർ ആണ് പുട്ട് ടു ഓപ്പറേറ്റർ ആണ്. എന്താണ് പുട്ട് ചെയ്യേണ്ടത് മോണിറ്ററിലേക്ക്, ഈ കോഴ്സിൽ കൊടുത്തിരിക്കുന്ന ഈ മെസ്സേജ് എന്റർ 2 നമ്പർ എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. ഈ പ്രിന്റ് ചെയ്താൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാ, ഒരു സംഖ്യ നമ്മൾ കൊടുക്കുക. ആ സംഖ്യ കൊടുത്തു കഴിയുമ്പോൾ 10 എന്നുള്ള സംഖ്യ ഞാൻ കീബോർഡ് വഴി കൊടുക്കുമ്പോൾ അതിനെ മെമ്മറി നമ്പർ എന്നുള്ള പാത്രത്തിലേക്ക് കൊണ്ടുവയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സീൻ സ്റ്റേറ്റ്മെന്റ്. സീൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ കൂടെ ഒരു 2 ഗ്രേറ്റർ ദാൻ ചിഹ്നമുണ്ട്, സീനിന്റെ ഓപ്പറേറ്റർ ആണ്. അത് ഗെറ്റ് ഫ്രം, കീബോർഡിൽ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കുക, നമ്പർ എന്നുള്ള പാത്രത്തിൽ. നമ്മൾ 10 എന്നുള്ള വാല്യൂ കൊടുത്താൽ കീബോർഡ് അതിനെ എടുത്തിട്ട് കീബോർഡിൽ നിന്ന് എടുത്തിട്ട് എവിടെ കൊണ്ടുവന്ന് വെക്കും, നമ്പർ എന്നുള്ള പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു സീനും സി ഔട്ടും എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കമ്പൈലറിന് അറിയില്ല. ആരാണ് ഈ കമ്പൈലർ, ഈ പ്രോഗ്രാമിനെ മെഷീന്റെ ഭാഷയിലേക്ക് മാറ്റുന്ന ആളാണ് കമ്പൈലർ. കമ്പൈലറിന് എന്താണ് സീൻ സി ഔട്ട് എന്ന് അറിയില്ല. അപ്പൊ സീനും സി ഔട്ടും എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മുടെ C++ലെ ലൈബ്രറിയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ചിട്ടുള്ളത് ഒരു ഫയലിന്റെ ഉള്ളിലാണ്. ആ ഫയലിന്റെ പേരാണ് IOStream. അപ്പൊ കമ്പൈലറിന് സീനും സി ഔട്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഡെഫിനിഷൻ എഴുതി ഈ ഫയലും കൂടെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത്. ഇത്തരത്തിൽ എത്ര ഫയൽസ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഫയലുകളെ പറയുന്ന പേരാണ് ഹെഡർ ഫയൽ. ഈ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കൂ, സ്റ്റാർട്ട് ചെയ്യുന്നത് #include എന്നാണ്. അപ്പൊ #include തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയും. എന്തിനാണ് #include തുടങ്ങുന്ന സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടത്, പ്രോഗ്രാമിൽ കമ്പൈലറിന് മനസ്സിലാകേണ്ട കാര്യങ്ങൾ മറ്റേതെങ്കിലും ഫയലിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയലും കൂടെ നമുക്ക്, ആ ഹെഡർ ഫയലും കൂടെ നമുക്ക് പ്രോഗ്രാമിന്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനെയാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ യൂസിങ് നെയിം സ്പേസ് STD നോക്കാം. നമ്മുടെ സ്കൂളില് ഒരു അരുൺ എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ഹ്യൂമാനിറ്റീസിലും ഉണ്ട്, കൊമേഴ്സിലും ഉണ്ട്. അപ്പൊ പ്രിൻസിപ്പൾ അരുണിനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ പ്രിൻസിപ്പൾ എന്ത് സ്പെസിഫൈ ചെയ്യണം, ഏത് ഫാമിലിയിലെ കുട്ടിയാണ്, ഏത് ക്ലാസ്സിലെ കുട്ടിയാണെന്ന് സ്പെസിഫൈ ചെയ്യണം അല്ലെ. അപ്പൊ ഈ സീനും സി ഔട്ടും എന്ന് പറയുന്ന 2 ആൾക്കാര് STD എന്ന് പറയുന്ന ഫാമിലിയിലെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ യൂസിങ് നെയിം സ്പേസ്, ഒരു ഫാമിലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഫാമിലിയാ, STD എന്ന് പറയുന്ന ഫാമിലി, അതിവിടെ ഉപയോഗിക്കുന്നത്.
ഇനി അടുത്തത് സം ഈക്വൽ ടു നം1 പ്ലസ് 5 എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. നം1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കീബോർഡ് വഴി കൊടുക്കുന്നതാണ്. അതിന്റെ കൂടെ 5 എന്നുള്ള സംഖ്യ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നം1ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂ ഇടത് സൈഡിലുള്ള സം എന്നുള്ള പാത്രത്തിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അപ്പൊ ഈക്വൽ ടു വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്തു? ആ സമ്മിനെ നമ്മൾ മോണിറ്ററിൽ പ്രിന്റ് ചെയ്തു. ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ നോക്കുക, സം എന്നുള്ളത് എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുക. സം എന്നുള്ള ഒരു മെമ്മറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക? സം എന്നുള്ള മെമ്മറി ഉള്ളിലെ വാല്യൂ ആണ് വേണ്ടെങ്കിൽ സം എന്ന് വെറുതെ കൊടുത്താൽ മതി. അപ്പൊ ഈ പ്രോഗ്രാം ഞാനൊന്ന് കമ്പൈൽ ചെയ്യുക. അതായത് ഞാൻ എഴുതിയ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ താഴെ എഴുതി കാണിക്കും. തെറ്റുകളൊന്നുമില്ല, സക്സസ്ഫുള്ളി നമുക്ക് മാറ്റാൻ പറ്റും, കമ്പൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. ഇനി നമ്മൾ ഇതിനെ ഒബ്ജക്ട് കോഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനാണിത്. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ വന്ന സ്ക്രീനാണിത്, കാണുന്നുണ്ടാവും. ഈ സ്ക്രീനിന്റെ ഏറ്റവും അറ്റത്ത് എന്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് എവിടെന്നാ വന്നത്? നമ്മൾ അവിടെ സി ഔട്ടിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പ്യൂട്ടറിന് നമ്മളോട് ചോദിക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ട് കൊടുത്തതാണ്, സി ഔട്ടിന്റെ ഉള്ളിൽ കൊടുത്തതാണ്. എന്റർ 2 നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. സോറി, ഇവിടെ നമുക്ക് ഒരു നമ്പർ എൻ്റർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ 10 നമ്പർ, ഒരു നമ്പർ മതി കേട്ടോ, എനിക്ക് എഴുതിയത് തെറ്റിയതാണ്. 10 എന്നുള്ള സംഖ്യ നമ്മൾ കൊടുത്തു. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 10ന്റെ കൂടെ 5ഉം കൂടെ കൂട്ടുക, എന്നിട്ട് അത് സം എന്ന് പറഞ്ഞ ആ മെമ്മറിയിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം 15 ആണ്. ഇവിടെ സം ഈക്വൽ ടു 15 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ PPT-യിലേക്ക് പോവാം, ഓരോ ചാപ്റ്റർ വൈസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന, 5th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ടോക്കൺസിനെ പറ്റി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, ഉറപ്പായിട്ടും ടോക്കൺസ് വരും. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ C++ന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. 5 തരത്തിലുള്ള ടോക്കൺസ് ആണുള്ളത്. കിൽപോ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. കീവേഡ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. കീവേഡ്സിന് എക്സാമ്പിൾ ഇന്റ്, ഫ്ലോട്ട്, ഫോർ, വൈൽ ഒക്കെയാണ്. റിസർവ്ഡ് വേർഡ്സ് ആണ്, പ്രത്യേക മീനിങ് ഉള്ള വേർഡ്സ് ആണ്. ഐഡന്റിഫയർ എന്താ നമ്മൾ പറഞ്ഞു, ഒരു മെമ്മറിയെ സൂചിപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന വാക്കുകളാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് വേരിയബിൾ നെയിം എന്നും പറയുന്നത്. ഈ ഐഡന്റിഫയേഴ്സ് ഉണ്ടാക്കുമ്പോൾ, അതിന് പേര് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും പറഞ്ഞതാണ്. ലിറ്ററൽസ്, കോൺസ്റ്റന്റ്, ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ്, ചേഞ്ച് ചെയ്യാത്ത കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ 5 എന്നൊരു വാല്യൂ കണ്ടു, അത് ലിറ്ററൽ ആണ്. അത് ഇൻഡിജർ ലിറ്ററൽ ആണ്. ലിറ്ററല് 4 തരത്തിലുണ്ട്. ഇൻഡിജർ ലിറ്ററൽ, പൂർണ്ണസംഖ്യ 5, 10 എന്നൊക്കെ എഴുതിയാൽ അത് ഇൻഡിജർ ലിറ്ററൽ ആണ്. പോയിന്റ് വരുന്ന സംഖ്യ ആണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. ഇനി ഒരു സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ എഴുതിയാൽ അതിന് നമ്മൾ ക്യാരക്ടർ ലിറ്ററൽ. ഇത് ശ്രദ്ധിക്കുക, താഴെ തന്നിട്ടുള്ളവയിൽ ക്യാരക്ടർ ലിറ്ററൽ ഏതാണെന്ന് ചോദിക്കാം. ഒരു സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുന്ന ഒറ്റ ക്യാരക്ടറിനെ നമ്മൾ ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറയും. സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ്സ് ആണ്. ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുന്ന കുറെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എഴുതിയാൽ അതിനെ നമ്മൾ സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയും. അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കാം. പങ്ക്ച്വേറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ബ്രേസസ്, സെമി കോളൻ, അതൊക്കെയാണ് പങ്ക്ച്വേറ്റേഴ്സ്. കോഡ്സ്, ഓപ്പറേറ്റേഴ്സ്, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ C = A + B എന്ന് കൊടുത്താൽ ഈക്വൽ ടു പ്ലസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഡേറ്റ ടൈപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ വീട്ടില് അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന പലതരത്തിലുള്ള കണ്ടെയ്നേഴ്സിലാണ് അല്ലെ. സവാളയും ഉരുളക്കിഴങ്ങൊന്നും നമ്മൾ കുപ്പിക്കകത്തിട്ട് മൂടി വെക്കില്ല, തുറന്ന് ഒരു വലിയ പരന്ന പാത്രത്തിലായിരിക്കും വെക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ കുപ്പിക്കുള്ളിലായിരിക്കും ഒഴിക്കുക. അപ്പൊ പല ഡാറ്റകളും
പല ഡാറ്റകളും പല തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പാത്രങ്ങളിലാണ് നമ്മൾ വെക്കുന്നത്. അതുപോലെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാൻ പലതരത്തിലുള്ള മെമ്മറിയാണ് നമുക്ക് വേണ്ടത്. ആ മെമ്മറിയെ സൂചിപ്പിക്കാൻ എത്ര മെമ്മറി വേണം, അല്ലെങ്കിൽ ആ ഡാറ്റയ്ക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ ടൈപ്പ് നമുക്ക് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. 5 തരത്തിലുള്ള ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ് ഉള്ളത്. ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പൂർണ്ണസംഖ്യയാണ്. അപ്പൊ ഇത് ഓരോന്നിനും വ്യത്യസ്ത തരത്തിലുള്ള മെമ്മറി അളവാണ്. മെമ്മറിയുടെ സൈസ് വ്യത്യസ്തമായിരിക്കും. ഇന്റിന് എത്രയാ വേണ്ടത്? 4 ബൈറ്റ്സ് ആണ് വേണ്ടത്. ക്യാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്യാരക്ടർ. അത് ABCD പോലുള്ള ആൽഫബറ്റ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചിഹ്നങ്ങളാവാം. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സിന് വേണ്ടത് 1 ബൈറ്റ് ആണ്, 1 ബൈറ്റ് ആണ് വേണ്ടത്. പിന്നെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, പോയിന്റ് ഉള്ള സംഖ്യകളെ നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള സംഖ്യകളുടെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് ആണ്. അപ്പൊ ഫ്ലോട്ടിന് വേണ്ടത് 4 ബൈറ്റ്സ് ആണ്. ഇനി ഡബിൾ എന്ന് പറഞ്ഞാലും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പോയിന്റിന് ശേഷം 7 ഡിജിറ്റ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ സൈസ് വേണം, 4 ബൈറ്റ് പോരാ. അപ്പൊ അതിനെ ഫ്ലോട്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഡബിൾ ഉപയോഗിക്കുന്നത്. ഡബിളിന് 8 ബൈറ്റ്സ് ആണ് വേണ്ടത്. പിന്നെ വോയിഡ് 0 ആണ് വോയിഡിന് വേണ്ട മെമ്മറി സൈസ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 0 മെമ്മറി സൈസ് ഉള്ള ഡേറ്റ ടൈപ്പ് ഏതാണ്? വോയിഡ് എന്നാണ് ഉത്തരം. ഈ 5 ഡേറ്റ ടൈപ്സും പഠിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡേറ്റ ടൈപ്സ്. പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ആദ്യം നോക്കേണ്ടത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണനത്തിന്, ഡിവിഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് അതിനെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പ്ലസ്, മൈനസ്, ഗുണനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാർ ആണ്. ഡിവിഷൻ ചെയ്യാൻ സ്ലാഷ്. ഇത് കൂടാതെ മറ്റൊരു ഓപ്പറേറ്റർ നമുക്ക് പഠിക്കാനുണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ. അത് നോക്കി വെക്കുക. ഒരു ഡിവിഷൻ കഴിഞ്ഞിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് നമ്മൾ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, 14നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് 3 ആണ്. അത് 14/4 ഉത്തരമാണ്. അവിടെ ശിഷ്ടം വരുന്നത് ബാലൻസ് 2 ആണ്. അപ്പൊ 14 മോഡ് 4 എന്ന് പറഞ്ഞാൽ 14നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ എത്ര എന്നാണ് ചോദ്യം. 14 മോഡ് 4 ഉത്തരം ഇവിടെ 2 ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാം. മോഡുലസ് ഉപയോഗിക്കുന്നത് റിമൈൻഡർ കണ്ടുപിടിക്കാനാണ്. 20 മോഡ് 2 എന്ന് പറഞ്ഞാൽ 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം എത്ര? ശിഷ്ടം 0 ആണ്. അതാണ് അതിന്റെ ഉത്തരം. അതും ഒന്ന് നോക്കണം. റിലേഷണൽ ഓപ്പറേറ്റർ 2 വേരിയബിൾസ് തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് ഒന്നൊന്നിനെക്കാളും വലുതാണോ, ചെറുതാണോ, ഈക്വൽ ആണോ, ഈക്വൽ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതില് ഇതിന്റെ എല്ലാം ഉത്തരം ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഒന്നുകിൽ ഒരു സംഖ്യ മറ്റതിനേക്കാളും വലുതാവാം അല്ലെങ്കിൽ ആവാതിരിക്കാം. അപ്പൊ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട്. ഇതില് 2 സംഖ്യകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു. 2 ഈക്വൽ ടു ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈക്വൽ ടു 2 ഈക്വൽ ടു ആണ് കമ്പയർ ചെയ്യാൻ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഈക്വൽ ടുന്റെ ഇടതുവശത്തുള്ള വാല്യൂവും വലത് സൈഡിലുള്ള വാല്യൂവും സെയിം ആണോ എന്ന് കമ്പാരിസന് വേണ്ടിയിട്ടാണ് 2 ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് 2 റിലേഷണൽ ഓപ്പറേഷൻസിനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് നമുക്കറിയാം 2 കണ്ടീഷൻ ഉണ്ടോ? 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം, ഞാനൊരു യാത്ര പോവാണ്, ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻ അവിടെ ട്രൂ ആവണം. ഏതൊക്കെയാണ്? എന്റെ അടുത്ത് പൈസ ഉണ്ടാവണം, എന്റെ അടുത്ത് ആ പോകുന്ന സ്ഥലത്ത് ഹോട്ടൽ ഉണ്ടാവണം. അപ്പൊ 2ഉം ട്രൂ ആയാലേ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പൊ 2 കണ്ടീഷനും ട്രൂ ആവണമെങ്കിൽ ഈ 2 കണ്ടീഷനെ നമുക്ക് ലോജിക്കൽ ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ലോജിക്കൽ ഓപ്പറേറ്റർ 3 തരത്തിലുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. വാട്ട് ആർ ദ 3 types of logical operators? അപ്പൊ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് എന്ന് എഴുതുക. അതിന്റെ ചിഹ്നവും ഇട്ട് കൊടുക്കുക. അതിൽ ലോജിക്കൽ ആൻഡിന്റെ പർപ്പസ് എന്താണ്? ആൻഡ് 2 റിലേഷണൽ ഓപ്പറേഷനെ കണക്ട് ചെയ്യും. ഈ 2 റിലേഷണൽ ഓപ്പറേഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആൻഡ് ട്രൂ ആവുകയുള്ളൂ. ഇനി ലോജിക്കൽ ഓർ എന്താന്ന് നോക്കാം. ലോജിക്കൽ ഓർ 2 കണ്ടീഷൻ ഉണ്ട്. 2ൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിലും ലോജിക്കൽ ഓറിന്റെ വാല്യൂ ട്രൂ ആയിരിക്കും. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്കൽ നോട്ട് എന്താ? മഴ പെയ്യുന്നില്ല. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ലോജിക്കൽ നോട്ടിൽ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താന്ന് നോക്കാം. A ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇതെന്താ ചെയ്യുന്നത്? A = 5 എന്ന് പറഞ്ഞാൽ 5 എന്നുള്ള വാല്യൂവിനെ A എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു. ഇപ്പൊ A എന്നുള്ള പാത്രത്തിൽ എന്തുണ്ട്? 5 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി ഇത് നോക്കുക. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈക്വൽ ടു തമ്മിലുള്ള വ്യത്യാസം. ഈക്വൽ ടു 2 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. അത് ഉപയോഗിക്കുന്നത് ഇടത് സൈഡിലുള്ളതും വലത് സൈഡിലുള്ള വാല്യൂസും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഇവിടെ നോക്കൂ, C = 3 എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ, സി എന്നുള്ള മെമ്മറിയുടെ വാല്യൂ 3 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്.
വെറും ഈക്വൽ ടു സി ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അവിടെ സി എന്ന് പറയുന്ന മെമ്മറിയുടെ വാല്യൂ എന്താക്കി മാറ്റുകയാണ്? 3 ആക്കി മാറ്റുകയാണ്. ഇത് പഠിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ആണ്, അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇത് 3 മാർക്കിന് ചോദിച്ചാൽ ഈ ഒരു സ്ട്രക്ചർ എഴുതി വെക്കുക, 3 മാർക്കും കിട്ടും. കഴിഞ്ഞ വർഷവും നമുക്ക് സേ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതല്ലാതെ മറ്റു ചില ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇൻക്രിമെന്റും ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഒരു വേരിയബിൾ എ എന്ന് പറയുന്ന മെമ്മറിയിൽ നമുക്ക് 3 എന്നുള്ള വേരിയബിൾ ഉണ്ട്. ആ 3നെ നമുക്ക് 4 ആക്കി മാറ്റണം, 1 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് A++ എന്ന് കൊടുത്താൽ മതി. അതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. A++ എന്നോ ++A എന്നോ കൊടുക്കാം. ഇനി അത് കുറയ്ക്കണമെങ്കിലോ 3നെ 2 ആക്കി കുറയ്ക്കണമെങ്കിലോ A - അല്ലെങ്കിൽ -A എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ കുറെ ഓപ്പറേറ്റേഴ്സ് നോക്കി. അതിൽ ചില ഓപ്പറേറ്റേഴ്സിന് ഒരൊറ്റ ഡാറ്റ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ എയുടെ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും ആണെങ്കിൽ A++ എന്ന് മതി. അവിടെ എ എന്നുള്ള ഒരൊറ്റ ഡാറ്റ മാത്രമേ ഉള്ളൂ. ഈ ഡാറ്റയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്, ഒരു ഓപ്പറേഷൻ ചെയ്യാൻ എത്ര ഓപ്പറാൻഡുകൾ, എത്ര ഡാറ്റ വേണം എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ യൂണറി, ബൈനറി, ടെർണറി എന്ന് ഡിവൈഡ് ചെയ്യാം. യൂണറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡേറ്റ മാത്രമുള്ളത്. ബൈനറി എന്ന് പറഞ്ഞാൽ 2 ഡേറ്റ, കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് മിനിമം 2 ഡേറ്റ വേണം. ടെർണറി എന്ന് പറഞ്ഞാൽ 3 ഡേറ്റ. C++ൽ 3 ഡേറ്റ വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതിലൊരു ഓപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അത് ഓർത്ത് വെക്കുക. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 3 ഓപ്പറേറ്ററുള്ള ഓപ്പറേറ്റർ ആണ്. 3 ഓപ്പറേറ്ററുള്ള ഒരു ഓപ്പറേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണത്? കണ്ടീഷണൽ ഓപ്പറേറ്റർ. എഴുതി വെക്കുക. ഇനി ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ താഴെ എക്സാമ്പിൾ നോക്കുക. 5/2, 5/2. ഇത് രണ്ടും ഇന്റിജർ ആണ്. അപ്പൊ അതിന്റെ ഉത്തരം 2 ആണ് കിട്ടുക. നമ്മൾ സാധാരണ ഒരു എക്സ്പ്രഷൻ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 2.5 എന്ന് എഴുതും അല്ലെ. പക്ഷെ C++ലെ എക്സ്പ്രഷനിൽ 5 എന്നുള്ളത് ഇന്റിജർ ആണ്, 2 എന്നുള്ളത് ഇന്റിജർ ആണ്. അപ്പൊ ഉത്തരം ഇന്റിജറിലെ എഴുതാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം 2 എന്നേ എഴുതുള്ളൂ. പക്ഷേ ഒരു ഇന്റിജറും ഒരു ഫ്ലോട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താലോ, 6ഉം 6 + 2.5, 6ഉം 2.5, 2 വ്യത്യസ്ത ഡാറ്റ ടൈപ്പുകളാണ്. ഒന്ന് ഫ്ലോട്ടും ഒന്ന് ഇന്റ്. അപ്പൊ ഈ കേസിൽ കമ്പൈലർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പിനെ വേറൊന്നിലേക്ക് മാറ്റും, ഓട്ടോമാറ്റിക്കലി മാറ്റും. ഇവിടെ എങ്ങനെയാ മാറ്റിയിട്ടുള്ളത് നോക്കൂ. 6 എന്ന് പറയുന്ന ഇന്റിജറിനെ ഉള്ളില് കമ്പൈലർ എന്ത് ചെയ്തു? അതിനെ 6.0 ആക്കി മാറ്റി, അതിനെ ഫ്ലോട്ട് ആക്കി മാറ്റി. അപ്പൊ ഉത്തരം നമുക്ക് 8.5 എന്ന് കിട്ടി. അപ്പൊ ഒരു എക്സ്പ്രഷനിൽ 2 വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ഉള്ള ഡാറ്റ വരുന്ന സമയത്ത് ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റും കമ്പൈലർ. അതിനെയാണ് എന്ത് പറയുന്നത്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ. ചെറിയ ഡാറ്റ ടൈപ്പിനെ വലിയ ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റും. അതിനാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു ടൈപ്പ് കൺവേർഷൻ ഉണ്ട്, ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇത് പ്രോഗ്രാം എഴുതുന്ന ആള് മനഃപൂർവ്വം, ബോധപൂർവം ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇന്റ് പി. പി എന്താണ്? ഇന്റിജർ ആണ്. പക്ഷെ ഏറ്റവും താഴെ x = p മുൻപ് ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്ലോട്ട്. നേരത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇന്റിജർ ആയിരുന്ന പിനെ ആ ഒരു എക്സ്പ്രഷന്റെ സമയത്ത് നമ്മൾ എന്താക്കി മാറ്റി? പ്രോഗ്രാം എഴുതുന്ന ആളെ എന്താക്കി മാറ്റി? പിയുടെ മുന്നേ ഫ്ലോട്ട് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു. അതായത് ബോധപൂർവ്വം നമ്മൾ എന്താക്കി മാറ്റുന്നു? പിനെ ഫ്ലോട്ടിങ്ങിലോട്ട്, ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് മാറ്റുന്നു. ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ യൂസർ ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡേറ്റ ടൈപ്പ് കൺവേർഷൻ എന്നും പറയും. അപ്പൊ എന്താണ് ടൈപ്പ് കൺവേർഷൻ, ഏതൊക്കെയാണ് 2 തരത്തിലുള്ള കൺവേർഷൻ എന്ന് ചോദിക്കും. അതുപോലെ എക്സാമിന് C++ ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എഴുതുക 5/2 എന്ന് എഴുതിയാൽ നിങ്ങൾ എന്ത് എഴുതുക? 2 എന്ന് മാത്രം എഴുതുക. കാരണം 5ഉം 2ഉം ഇന്റിജർ നമ്പേഴ്സ് ആണ്. ഇനി കൺട്രോൾ സ്ട്രക്ചർ ആണ്. നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ എത്തി. 3 ചാപ്റ്റർ നമ്മൾ കവർ ചെയ്തു. കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന കുറെ റൂട്ടീൻസ് ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് ഈ റൂട്ടീൻ അങ്ങനെ തന്നെ പാലിക്കാൻ നമുക്ക് പറ്റില്ല. സ്കൂളുള്ള സമയത്ത് ശനി ഞായർ വെച്ച് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മൾ സ്കൂളിലേക്ക് പോകും. പെട്ടെന്നൊരു പനി വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാലോ അന്ന് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ അന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, മറ്റെവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ, C++ന്റെ പ്രോഗ്രാമിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വരാം, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടി വരും. ചില സ്റ്റേറ്റ്മെന്റ്സ് കുറെ തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, 2 ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇഫും സ്വിച്ച് കേസും കണ്ടീഷണൽ ഓപ്പറേറ്ററുമാണ് അതിനകത്ത് വരുന്നത്. ഇനി ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സിനെ പല തവണ റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന പ്രോസസ്സിനെയാണ് ഐട്രേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയും. അപ്പൊ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഫോർ, വൈൽ, ഡു വൈൽ.
ഇനി എന്താണ് നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. നമ്മൾ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന ജൂൺ മാസമാണ്, കുട വേണോ വേണ്ടെന്നുള്ള സംശയമാണ്. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ? മഴയുണ്ടോ? ഇഫ് മഴയുണ്ടോ, മഴ ഉണ്ടെങ്കിൽ എന്ത് എടുക്കണം? ടേക്ക് കൊട എടുക്കുക. അപ്പൊ അതാണ് ഇഫ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നോക്കിയേ, ഇഫും എൽസും ഉണ്ട്. അതായത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൊട എടുക്കുക, ഇനി മഴ പെയ്യുന്നില്ലെങ്കിൽ കൊട വേണ്ട. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എൽസ് എന്നുള്ള പറയുന്ന ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇഫ് ബ്രാക്കറ്റിനകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസിന്റെ അടുത്ത് വന്നു അവിടെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചെയ്യുക. ഇനി നമുക്ക് ചില സമയത്ത് ഒരുപാട് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഇഫ് എൽസ് ലാഡർ ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഇഫിൽ ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇനി അതല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ എൽസ് ഒരു കണ്ടീഷൻ എപ്പോ ചെക്ക് ചെയ്യേണ്ടി വന്നാലും ഇഫ് അവിടെ കൊടുക്കണം. അപ്പൊ എൽസ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതും തെറ്റാണെങ്കിൽ എൽസ് ഇഫ് കണ്ടീഷൻ 3, അങ്ങനെ പോകും. അപ്പൊ ഈ കണ്ടീഷൻസ്, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എൽസ് ഇഫ് ലാഡർ ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉപയോഗിക്കുക. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് എക്സ്പ്രഷൻ, അതായത് നമുക്കിപ്പോ ഒരു ഡേ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, ഒരു പാത്രം ഉണ്ട് ഡേ എന്നുള്ള. ആ പാത്രത്തിനകത്ത് എന്താണ് വാല്യൂ നോക്കുക? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ, ഒന്നാണെങ്കിൽ നമുക്ക് മോണിറ്ററിൽ ONE എന്ന് പ്രിന്റ് ചെയ്യണം. അതല്ല പാത്രത്തിനുള്ളിൽ 2 ആണെങ്കിൽ നമുക്ക് TWO എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ എന്താണ് മെമ്മറിയുടെ പേര്? ഡേ ആണ് മെമ്മറിയുടെ പേര്. സ്വിച്ച് എന്ന് എഴുതി. എന്താണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്? ഡേ ആണ്. അപ്പൊ ഡേ എന്നാണ് ഇവിടെ എഴുതേണ്ടത് എക്സ്പ്രഷന്റെ അവിടെ. ഇനി കേസ്, നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കേസിന്റെ ഉള്ളിൽ എഴുതുക. കേസ് എന്ന് തന്നെ എഴുതണം. കേസ് ആദ്യം കമ്പയർ ചെയ്യേണ്ടത് എന്താണ്? 1 ആണോ എന്നാണ്. അപ്പൊ കേസ് ഇവിടെ 1 എന്ന് എഴുതും. ഇത് ശരിയാണെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഈ ഡേയും 1ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിലേക്ക് പോകും. അവിടെ നമ്മൾ COUT 1 എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ONE എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇനി താഴോട്ട് നോക്കണ്ട, വേഗം പുറത്തേക്ക് വന്ന് സ്വിച്ചിന്റെ പുറത്തേക്ക് ചാടിക്കും എന്നാണ് ബ്രേക്കിന്റെ അർത്ഥം. ഇനി നോക്കൂ താഴെ അടുത്ത കേസ്. അപ്പൊ 1 അല്ല എന്ന് വിചാരിക്കുക, പാത്രത്തിന്റെ അകത്ത് 1 അല്ല, ഇനി 2 ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് 2 എന്ന് കൊടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ്. ഇതും ട്രൂ അല്ലെങ്കിൽ അടുത്തത് കേസ് 3 എന്ന് കൊടുക്കുക. 3 ആണോ? അങ്ങനെയാണെങ്കിൽ 3 എന്നുള്ളത് പ്രിന്റ് ചെയ്യുക. ഇനി ഒരു കേസിലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടിലേക്ക് 1, 2, 3, 4, 5 ഒന്നും അല്ല, മറ്റെന്തോ 10 ആണ് ആ പാത്രത്തിനകത്തുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ എങ്ങോട്ട് വരാം? ഡിഫോൾട്ട് എന്നുള്ള സ്ഥലത്തേക്ക് വരാം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഡിഫോൾട്ടിലേക്ക് വരാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ഐട്രേഷൻസ് അല്ലെങ്കിൽ ലൂപ്പാണ്. ഒരു ലൂപ്പിന് നമുക്ക് 4 ഘടകങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇമ്പോസിഷൻ എഴുതാൻ തരാണ് 50 തവണ വാട്ട് ഈസ് ടോക്കൺ, നിങ്ങൾ ഉത്തരം പറയുന്നില്ല. അപ്പൊ 50 തവണ ഇമ്പോസിഷൻ എഴുതാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതുക? 1 എന്ന നമ്പർ ഇടും, ടോക്കൺ എന്താണെന്നുള്ളത് എഴുതും. 2 എന്ന നമ്പർ എഴുതും, ടോക്കൺ എന്താണെന്ന് എഴുതും. ഓരോ നമ്പർ ഇടുമ്പോൾ നിങ്ങൾ നോക്കും 50 തവണ ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് 50 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഈ ലൂപ്പ്, ഇതിൽ നമ്മുടെ ലൂപ്പ് എന്താ? റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇമ്പോസിഷൻ എഴുതുന്ന ഓരോ ടോക്കൺസും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് 50 തവണ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന് 4 ഘടകങ്ങൾ. ഒന്ന് ഇനിഷ്യലൈസേഷൻ, നമ്മളിവിടെ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോഗ്രാം ഉപയോഗിക്കുമ്പോൾ ഈ കൗണ്ട് നമ്മളൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, അതിനൊരു വേരിയബിൾ ഉപയോഗിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ വേരിയബിളിന് ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. എത്രാമത്തെ തവണയാണ് ഇമ്പോസിഷൻ എഴുതുന്നത്? 1 ആണെങ്കിൽ ഇനിഷ്യലി വാല്യൂ കൊടുക്കുക. ആദ്യത്തെ തവണ എഴുതുമ്പോൾ നമ്മൾ ആ വാല്യൂ 1 എന്ന് കൊടുക്കുക. സപ്പോസ് ഞാൻ ആ വേരിയബിള് I ആണെന്നുണ്ടെങ്കിൽ Iയുടെ വാല്യൂ 1 ആയിട്ട് കൊടുത്തു. അതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ തവണ, ഒന്നാമത്തെ തവണ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ എന്ത് ചെയ്യും? 50 ആയോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഓരോ തവണ നമ്മൾ ചെയ്തതിന് ശേഷം, ലൂപ്പിലുള്ള വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ആ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നമുക്ക് കഴിയേണ്ട സമയമായോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തു? 2 എന്ന് എഴുതിയിട്ട് അവിടെ ഇമ്പോസിഷൻ എഴുതും, അല്ലെ? അപ്പൊ ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാൽ, ഓരോ തവണ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് കൂട്ടണം. അതിനെയാണ് നമ്മൾ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെയാണ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൂപ്പിന്റെ 4 ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിഷ്യലൈസേഷൻ, എന്തൊരു ലൂപ്പ് ചെയ്യുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. അപ്പൊ നമുക്ക് കൗണ്ട് വേണം, കൗണ്ടിന് ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. 2, ആ കൗണ്ടിന്റെ വാല്യൂ ഓരോ തവണ കഴിയുന്തോറും ചെക്ക് ചെയ്യണം, അതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 3, അപ്ഡേറ്റ് ചെയ്യണം, വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ, കൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്. 4 കാര്യങ്ങളാണ്.
നമുക്ക് രണ്ട് തരത്തിലുള്ള ലൂപ്പാണുള്ളത്, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിന്റെ ഉള്ളിൽ കടത്തിവിടുള്ളൂ. സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് പോലെ ടിക്കറ്റ് ഉണ്ടെങ്കിലേ ഉള്ളിലേക്ക് കടത്തിവിടുള്ളൂ. രണ്ട് തരത്തിലുള്ള ലൂപ്പാണുള്ളത്, ഫോറും വൈലും. എൻട്രി കൺട്രോൾ ലൂപ്പ് കയറുന്നിടത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഒരു ഹോട്ടലിനുള്ളിൽ സുഖമായി കയറി പോകാം, എൻട്രിയുടെ അവിടെ ആരും ചെക്ക് ചെയ്യാനില്ല. പക്ഷെ ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ എക്സിറ്റിൽ ഒരാളുണ്ടാവും, ബില്ലുണ്ടാവും. ബില്ല് കൊടുത്താൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിനെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പിന്റെ ഉള്ളിൽ കയറാൻ പ്രശ്നമില്ല, പക്ഷെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. രണ്ട് തരത്തിലുള്ള ഒരു ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, ഡു വൈൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രി കൺട്രോളും എക്സിറ്റ് കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം. ഫോറും വൈലും എൻട്രി ആണ്, ഡു വൈൽ എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഇനി ഫോർ ലൂപ്പ് എങ്ങനെ എഴുതാൻ നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ഫോർ ലൂപ്പിൽ തന്നിട്ട് അതിനെ വൈലിലേക്കോ ഡു വൈലിലേക്കോ മാറ്റി എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ വൈൽ തന്നിട്ട് ഫോറിലേക്കോ മറ്റോ മാറ്റി എഴുതാൻ ചോദിക്കും. ഇവിടെ നോക്കൂ, ഏതൊരു ലൂപ്പിലും 4 കോമ്പണൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രോഗ്രാം തന്നിരിക്കുമ്പോൾ തന്നെ ഏതാണ് അവിടെ ലൂപ്പ് വേരിയബിൾ എന്ന് കണ്ടുപിടിക്കുക, കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ കണ്ടുപിടിക്കുക. അതിനൊരു ഇനിഷ്യൽ വാല്യൂ ഉണ്ടാകും, അതിനൊരു കണ്ടീഷൻ ലെസ് ദാനോ ഗ്രേറ്റർ ദാൻ ഒരു വാല്യൂ ഉണ്ടാവും, അതാണ് കണ്ടീഷൻ. അപ്ഡേഷൻ ഉണ്ടാവും, ആ വാല്യൂ പ്ലസോ പ്ലസ് i equal to i+1 എന്നോ i equal to i-2 എന്നോ ഉണ്ടാവും. അതിനെയാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർ ലൂപ്പ് ആണെങ്കിൽ ഫോറിന്റെ ഉള്ളിൽ നമ്മൾ ബ്രാക്കറ്റിൽ ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് എഴുതുക, ഒരു സെമിക്കോളൻ എഴുതുക, കണ്ടീഷൻ എന്താണോ അത് എടുത്തെഴുതുക, സെമിക്കോളൻ ഇടുക, അപ്ഡേഷന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് സെമിക്കോളന്റെ ആവശ്യമില്ല. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ബോഡി എന്താണ് പ്രവൃത്തി എന്നുള്ളത്, ഇമ്പോസിഷൻ എഴുതുകയാണോ പ്രിന്റ് ചെയ്യാണോ എന്നുള്ളത് ബോഡി അതിന്റെ ഉള്ളിലാണ് എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നിട്ട് വൈഡിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ആദ്യം ഇനിഷ്യലൈസേഷൻ, ആദ്യത്തത് ഇനിഷ്യലൈസേഷൻ ആണ്, അപ്പൊ അതെടുത്ത് എഴുതുക. സ്റ്റേറ്റ്മെന്റ് i equal to 0 ആണെങ്കിൽ അത് എഴുതുക. അതിനുശേഷം വൈൽ എന്ന് എഴുതുക. വൈൽ കണ്ടീഷൻ, ഫോർ ലൂപ്പിൽ രണ്ടാമതുള്ളത് കണ്ടീഷൻ ആണ്, ആ കണ്ടീഷൻ എടുത്ത് എഴുതുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ബോഡി എഴുതുക. അത് ഫോറിൽ തന്നിട്ടുണ്ടാവും എന്താണ് ബോഡി എന്നുള്ളത്, അതങ്ങനെ കോപ്പി ചെയ്ത് ഏതാണ് ബോഡി എന്ന് ഐഡന്റിഫൈ ചെയ്ത് കോപ്പി ചെയ്ത് എഴുതുക. പിന്നെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്, ഫോറിന്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അവസാനത്തെ കോമ്പണന്റ് ആണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്, അതെടുത്ത് എഴുതുക. അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിനെ വൈലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഇത് ഡു വൈലിലേക്ക് മാറ്റണമെങ്കിലോ ഇതുപോലെ തന്നെ ആദ്യം ഇനിഷ്യലൈസേഷൻ എഴുതുക, പിന്നെ ഡു എന്നുള്ള വാക്ക് എഴുതുക, കീവേഡ് എഴുതുക, പിന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ലൂപ്പ് ആണ് എഴുതേണ്ടത്. നമുക്കറിയാം ഡു എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ആണ്. ഡുവിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടീഷൻ ഇല്ല, വെറും ഡു എന്നുള്ള വാക്കേ ഉള്ളൂ. ഉള്ളിലേക്ക് കയറിയാൽ ഉടനെ നമുക്ക് ബോഡിയാണ്. പിന്നെ എന്താണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുക. എന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ അവിടെയാണ് നമ്മൾ വൈൽ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, അതും ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 4 ചാപ്റ്റർ ആണ്. ടോക്കൺസ് ഉറപ്പായിട്ടും വരും ക്വസ്റ്റ്യൻസ്. വാലിഡ് ടോക്കൺസ് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അതുപോലെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആ ഡാറ്റ ടൈപ്സ് ഫുള്ള് പഠിക്കുക. ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റർ പ്രത്യേകം പഠിക്കുക. ഔട്ട്പുട്ട് ചോദിക്കും ഓപ്പറേറ്റേഴ്സിന്റെ. പിന്നുള്ളത് കൺട്രോൾ സ്ട്രക്ചർ ആണ്. എൻട്രി കൺട്രോൾ, എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ഏതൊക്കെയാണ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ഏതൊക്കെ മാറ്റി എഴുതാൻ ചോദിക്കും. ലൂപ്പിന്റെ കോമ്പണൻസ് ചോദിക്കും. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ചോദിക്കും. ഇതെല്ലാം ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടും. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതോടെ ഈ സെഷൻ അവസാനിച്ചു. ഇനി അടുത്ത 3 ചാപ്റ്റർ ആണുള്ളത്. അത് ക്ലാസ് സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേസൺ സാറിനെ ക്ഷണിക്കുന്നു. മേസൺ സാറേ, മേസൺ സാർ, മേസൺ സാർ ഓഡിയോ ഇല്ല.
ഹലോ, കേൾക്കാലോ അല്ലേ? ഹലോ, കേൾക്കാം മാഷേ, കേൾക്കാം. കേൾക്കാം. ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 1.5 മണിക്കൂർ സമയമായിട്ട് നമ്മുടെ നിഷാദ് സാറും അതുപോലെ തന്നെ സൗമ്യ ടീച്ചറും വളരെ കൃത്യമായി ആദ്യത്തെ 7 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. വളരെ നന്നായി തന്നെ ആ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് ഇനി നമുക്ക് ആകെ 15 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ 15 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് അതിലെ ബാക്കി ഭാഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 8ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും പറയുന്നത് 5 ഭാഗങ്ങളാണ്. ഒന്ന് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് ആണ്, ഒന്ന് കീ ടേംസ് ഇൻ നെറ്റ്വർക്ക് ആണ്, 3 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, 4ാമത്തത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ്, 5ാമത്തത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. ഇതിലെ ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സ്ക്രീൻ, നമ്മൾ ആദ്യത്തെ സ്ക്രീൻ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഏറ്റവും ചുരുങ്ങിയത് 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്കോറിംഗ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫോക്കസ് ഏരിയ മാത്രമാണ് അവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്നത്. വരും വെയിറ്റ് ചെയ്യണം, ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മീൻസ് it is an interconnection of 2 or more computers. It is an interconnection of 2 or more computers in order to communicate between them. അതായത് പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റുന്ന തരത്തിൽ 2ഓ അതിലധികമോ കമ്പ്യൂട്ടറുകളെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന്റെ സഹായത്താൽ പരസ്പരം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more computers ആയിരിക്കും. 2ഓ അതിലധികമോ കമ്പ്യൂട്ടറുകളുടെ ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതിൽ 4 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. 4 അല്ല 5 എണ്ണം ഉണ്ട്. അത് നമ്മൾ 4 എണ്ണം എങ്കിലും പഠിച്ചു വെക്കുക. ഒന്ന് റിസോഴ്സ് ഷെയറിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം മക്കൾ, അത് വരും സ്ക്രീൻ വരും കേട്ടോ, വരും. ചെറിയ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, വരും. വെയിറ്റ് ചെയ്യും. യെസ്, അപ്പൊ റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റിസോഴ്സ് ഷെയറിംഗ് എന്നാൽ എന്താണ് റിസോഴ്സ് എന്ന് പറയുന്നത്? ഒരു നെറ്റ്വർക്കിലെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപകരണം ആ നെറ്റ്വർക്കിലെ മറ്റെല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിസോഴ്സ് ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്ക് ഒരു പ്രിന്റർ മതി. അതായത് ഒരു 10ഓ 20ഓ കമ്പ്യൂട്ടറുകളെ പരസ്പരം നെറ്റ്വർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു പ്രിന്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലെല്ലാ കമ്പ്യൂട്ടറിലെയും ഡാറ്റകൾ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് റിസോഴ്സ് ഷെയറിംഗ് ആണ്. രണ്ടാമത്തത് റിലയബിലിറ്റി ആണ്. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം റിലയബിൾ ആണ്, വിശ്വസനീയമാണ്. നമുക്കറിയാം ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബന്ധിപ്പിച്ചത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ തകരാറ് സംഭവിച്ചാൽ ആ നെറ്റ്വർക്കിലെ മറ്റു കമ്പ്യൂട്ടറുകൾ ആ കമ്പ്യൂട്ടറിലെ ഡാറ്റ, നമുക്കറിയാം നമ്മളെ ഇപ്പം
പിന്നെ ഒരുപാട് വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കിങ്ങിന്റെ ഒക്കെ ട്രാൻസാക്ഷൻ വേണ്ടി വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വൈഡ് ഏരിയ നെറ്റ്വർക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്കിപ്പോ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബൃഹത്തായ ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സെർവറോ കംപ്ലൈന്റ് സംഭവിച്ചാൽ ആ നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ നമുക്കറിയാം വെബ് സെർവറിൽ നിന്നും അതിന്റെ ഡാറ്റ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് റിലയബിൾ സർവീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്നുള്ളത് റിലയബിലിറ്റിയെ കുറിച്ച് പറയാം. മൂന്നാമത്തത് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ ആണ്. എന്താണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ? നമ്മൾ ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പണം, അല്ലെങ്കിൽ നമ്മൾ ഓരോ എക്യുപ്മെന്റ്സും വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം അതിന്റെ പെർഫോമൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് അതിനെ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്നുള്ളത് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. നാലാമത്തെ സ്കെയിലബിലിറ്റി ആണ്. നമ്മൾ ഒരു നെറ്റ്വർക്ക് ഒരു 10 സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. പിന്നീട് നമുക്ക് ആ നെറ്റ്വർക്കിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതായത് ഒരു നെറ്റ്വർക്കിൽ 10 കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വലിപ്പം 10, 15, 20 ആക്കി മാറ്റാം, അല്ലെങ്കിൽ 5, 4 ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും, വളരെ എളുപ്പം സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് നാലാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നു. ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളൊരു നെറ്റ്വർക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആശയവിനിമയം നടത്താൻ പറ്റും എന്നുള്ളതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. മക്കളോട് പ്രത്യേകം ഓർത്തു വെക്കുക. സ്ക്രീൻ ഷെയറിംഗ് പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 അഡ്വാൻറ്റേജെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചോദ്യപേപ്പർ തുറക്കുമ്പോഴേക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ വളരെ എളുപ്പം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. റിസോഴ്സ് ഷെയറിംഗ്, റിലയബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, സ്കെയിലബിലിറ്റി, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്നുള്ളത്. അടുത്ത കുറെ കീ ടേംസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കീ ടേമുകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്. ആ കീ ടേമുകൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന് ബാൻഡ് വിഡ്ത്ത് ആണ്. എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലെ റോഡുകൾ നിങ്ങൾ കാണാറുണ്ട് അല്ലെ? വളരെ ഇടുങ്ങിയ റോഡുകളുണ്ട്, വീതി കൂടിയ റോഡുകളുണ്ട്. സ്ക്രീൻ കാണാത്തതുകൊണ്ട് മാത്രമാണ് സ്ക്രീനിൽ ഞാൻ കൃത്യമായ പിക്ചർ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടുങ്ങിയ റോഡുകളുണ്ട്, അതുപോലെ തന്നെ വീതി കൂടിയ റോഡുകളുണ്ട്. നമുക്കറിയാം 2 വരി പാത, 4 വരി പാതയൊക്കെ ആകാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ 4 വരി പാതയും തമ്മിലുള്ള വ്യത്യാസം? 4 വരി പാതയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുപാട് വാഹനങ്ങൾ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു ഇടുങ്ങിയ റോഡിൽ കൂടി ഒരു സമയം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വാഹനം മാത്രമേ പാസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ അത് നമ്മുടെ ബാൻഡ് വിഡ്ത്തുമായി നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. The amount of data that can be transferred over a network in given amount of time. ഒരു സമയം ഒരു നെറ്റ്വർക്കിൽ കൂടി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡാറ്റയുടെ അളവിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഓവർ എ നെറ്റ്വർക്ക് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം. തന്നിരിക്കുന്ന ഒരു സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് എത്രമാത്രം ഡാറ്റ ഒരു സെന്ററിൽ നിന്നും റിസീവറിലേക്ക് എത്തുന്നു, അതാണ് നമുക്ക് ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് കൂടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ കൂടുതൽ ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബാൻഡ് വിഡ്ത്ത് കുറയുന്നു എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് ഓഫ് ഡാറ്റ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് കൂടിയാലാണ് നമുക്ക് നെറ്റ്വർക്ക് കുറച്ച് സ്പീഡ് ആവുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ബാൻഡ് വിഡ്ത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊന്ന് നോയിസ് ആണ്. എന്താണ് നോയിസ്? എ നോയിസ് ഈസ് ആൻ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അതായത് ഞാൻ ഒരാളുമായി സംസാരിക്കുകയാണ്, ഫോണിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ ശബ്ദത്തിൽ ഏതെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ കടന്നു വരും. കാരണം എന്താണ്? ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളുമായി സംസാരിക്കുന്നത്, എന്റെ ഈ സംസാരം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് അതിനെ ടെലിഫോൺ ലൈനിൽ കൂടി കടത്തിവിട്ട് നിങ്ങളുടെ വീടുകളിലെ കമ്പ്യൂട്ടറിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ മൊബൈലിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രിക്കലോ ഇലക്ട്രോമാഗ്നറ്റിക്കോ ആയിട്ടുള്ള സിമ്പിൾസ് അതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിന്റെ ക്വാളിറ്റിയെ സ്വാധീനിക്കാം. അത്തരം സിഗ്നൽസ് നമ്മൾ എന്ത് പറയുന്നത്? നോയിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി that lowers the quality of data signals. ഡാറ്റാ സിഗ്നലുകളെ ക്വാളിറ്റിയെ കുറക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കലോ ഇലക്ട്രോമാഗ്നറ്റിക്കോ ആയിട്ടുള്ള എനർജിയെയാണ് നാം എന്ത് വിളിക്കുക? നോയിസ് എന്ന് വിളിക്കുക. ഇതാണ് രണ്ടാമത്തെ ടേം. ഇനി ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്. എന്താണ് മൂന്നാമത്തെ ടേം? നോഡ് എന്നാണ് പറയുക. Any device which is directly connected to a computer network. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനെയും, ഒരു
ഒരു ഡിവൈസ് നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഏതുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എന്റെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു, അങ്ങേ തലക്കല് സൗമ്യ ടീച്ചറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് നമ്മളൊരു ഗ്ലോബൽ ആയി കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ ഈ ഒരു നെറ്റ്വർക്കിലെ നോഡ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഏതൊരു ഡിവൈസുമായി നമ്മളെ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്ക് എന്ത് വിളിക്കാം? നോഡ് എന്ന് വിളിക്കാം. അതൊരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു പ്രിന്റർ ആവാം, അല്ലെങ്കിൽ ഏതൊരു ഡിവൈസും ആവാം. ആ ഡിവൈസിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടേമാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പറഞ്ഞു എന്താണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നോയ്സ് എന്ന് പറഞ്ഞു. മൂന്നാമത്തത് നോഡ് എന്ന് പറഞ്ഞു. ഈ 3 പോയിന്റും വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് 2 മാർക്കിന്, ഏറ്റവും ചുരുങ്ങിയത് 2 മാർക്കിന് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ? നമുക്കറിയാം ഡിവൈസ് ദാറ്റ് കണക്ട് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് ഫോം ചെയ്യണമെങ്കിൽ വിവിധ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കണം. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന എല്ലാ ഡിവൈസുകളെയും, ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ ഡിവൈസുകളെയും പൊതുവായി വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നുള്ളത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലെ പ്രധാനപ്പെട്ട ഡിവൈസുകളെ കുറിച്ച് വളരെ പെട്ടെന്ന് പറഞ്ഞു തരാം. ഒന്ന് ഹബ്ബ്, ഒന്ന് സ്വിച്ച്. നമുക്കറിയാം ഹബ്ബും സ്വിച്ചും റൂട്ടറും ഗേറ്റ്വേയും ബ്രിഡ്ജും ഒക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാം. അപ്പൊ എന്താണ് ഹബ്ബ് എന്ന് ചോദിച്ചാൽ? ഹബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ടു എവറി നോഡ്. അതായത് ഒരു നെറ്റ്വർക്കിലെ എല്ലാ നോഡിലേക്കും, ഒരു നോഡിൽ നിന്നും ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് സെൻഡർക്ക് ഒരു റിസീവറിലേക്ക് അയക്കണം. അങ്ങനെ വരുമ്പോൾ സമയത്ത് റിസീവർ നിന്ന് വന്ന മെസ്സേജിനെ ആ നെറ്റ്വർക്കിലെ എല്ലാ നോഡുകളിലേക്കും ആരയക്കും? ഹബ്ബ് അയക്കും എന്നുള്ളതാണ്. പലപ്പോഴും ചോദ്യം ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷെ എന്നിരുന്നാൽ സ്വിച്ച് എന്താണ്? സ്വിച്ച് എന്താ ചെയ്യുക? ഇറ്റ് ഈസ് ആൻ ഇന്റലിജന്റ് ഹബ്ബാണ്. എന്താ സംഭവിക്കുക? ട്രാൻസ്മിറ്റ് ഡാറ്റ ടു ദ ഡെസ്റ്റിനേഷൻ നോഡ് ഓൺലി. സ്വിച്ച് എപ്പോഴും ഇന്റലിജന്റ് ഹബ്ബാണ്. അതായത് ഡാറ്റയെ എങ്ങോട്ടൊക്കെ മാത്രമേ അയക്കുള്ളൂ? അതായത് ഏത് സിസ്റ്റത്തിലേക്കാണോ അയക്കേണ്ടത്, ഏതാണോ റിസീവിംഗ് അഡ്രസ്, ആ സ്ഥലത്തേക്ക് മാത്രമാണ് അയക്കുക. ഇവിടെ ഹബ്ബ് ഇൻക്രീസ് ദ നെറ്റ്വർക്ക് ട്രാഫിക്. ഹബ്ബ് നെറ്റ്വർക്ക് ട്രാഫിക് കൂട്ടും. എന്നാൽ സ്വിച്ചിനകത്ത് നമ്മൾക്കറിയാം ഏതാണോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ് അതിലേക്ക് മാത്രം പാസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ട്രാഫിക് ജാം ആവുന്നില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് കുറച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം റൂട്ടർ അതേപോലെ ഗേറ്റ് വേ, ഇവ എന്താണ് എന്ന് ചോദിക്കും. ഇത് 2 ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരം ബോത്ത് ആർ എന്താണ്? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. രണ്ടും നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. എന്താണ് റൂട്ടർ? ഇന്റർകണക്ട് 2 നെറ്റ്വർക്ക്സ് ഓഫ് ദ സെയിം ടൈപ്പ് യൂസിങ് സെയിം പ്രോട്ടോകോൾ. ഒരേ തരത്തിലുള്ള നെറ്റ്വർക്കുകൾ, ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ ഫോം ചെയ്യാൻ റൂട്ടർ എന്ന് പറയുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന, ഒരേ സ്വഭാവമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ റൂട്ടർ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നു. എന്നാൽ വ്യത്യസ്ത നെറ്റ്വർക്കുകൾ, വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ടർ ആൻഡ് ഗേറ്റ് വേ? ഒരേ സ്വഭാവമുള്ള, ഒരേ പ്രോട്ടോകോളുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുവാൻ റൂട്ടർ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഗേറ്റ് വേ ഉപയോഗിക്കുന്നു. അടുത്തൊരു ഡിവൈസ് ആണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്താ ചെയ്യുന്നത്? ബ്രിഡ്ജ് ഈസ് എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് which is used to segmentize a network. നെറ്റ്വർക്കിനെ സെഗ്മെന്റൈസ് ചെയ്യുകയാണ്, നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തതിനു ശേഷം ഈ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ആരുടെ സഹായം തേടാം? ബ്രിഡ്ജിന്റെ സഹായം തേടാം. വലിയൊരു നെറ്റ്വർക്ക് ആണെങ്കിൽ ആ നെറ്റ്വർക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട്, സെഗ്മെന്റ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ നെറ്റ്വർക്ക് ആക്കുകയാണ് ആര് ചെയ്യുന്നത്? ബ്രിഡ്ജ് ചെയ്യുന്നത്. ആ ബ്രിഡ്ജിന് അതിനുശേഷം ഈ പറയുന്ന നെറ്റ്വർക്കിലെ എല്ലാ സെഗ്മെന്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാക്ക് മോഡം എന്നാണ്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ മോഡം ഉണ്ട്. എന്താണ് മോഡം? മോഡം ഈസ് ഓൾസോ എ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് തന്നെയാണ്.
അപ്പൊ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻസ്. ഒരു കമ്പ്യൂട്ടറും ടെലിഫോൺ ലൈനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോഡം ഉപയോഗിക്കുന്നത്. മോഡം എന്താ ചെയ്യുന്നത്? മോഡുലേഷൻ ചെയ്യുന്നു. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകുന്ന ഡിജിറ്റൽ ഡാറ്റയെ ടെലിഫോൺ ലൈനിലേക്ക് എത്തുമ്പോൾ അതിനെന്താക്കി മാറ്റണം? അനലോഗ് സിഗ്നൽ ആക്കി മാറ്റണം. അപ്പൊ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കുന്ന മോഡുലേഷൻ പ്രവർത്തനവും അതുപോലെ തന്നെ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ എത്തുന്ന അനലോഗ് സിഗ്നലിനെ തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്ന അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടത്തുന്ന ഡീമോഡുലേഷൻ ചെയ്യുന്ന ഒരു ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി? നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈസ് എ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് നോഡ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് നോഡുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിസിക്കൽ അറേഞ്ച്മെന്റ്. ഒരു നോഡുകൾ ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പോളജി ബസ് ടോപ്പോളജി എന്നുള്ളതാണ്. ഇത് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാത്തത്. ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്, അപ്പൊ ബസ് ടോപ്പോളജിയിൽ ഒരു സെൻട്രൽ ബസ് ഉണ്ടാവും, സെൻട്രൽ കേബിൾ ഉണ്ടാവും. ആ കേബിളിലേക്ക് പല നോഡുകൾ കണക്ട് ചെയ്യും. അപ്പൊ ഈ സെൻട്രൽ ബസ്സിൽ കൂടിയാണ് ഡാറ്റ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനും ആ ഡാറ്റയെ സ്വീകരിക്കുവാനുള്ള സംവിധാനമുണ്ട്. ഈ ഒരു ബസ്സിന്റെ 2 അറ്റത്തും ടെർമിനേറ്റേഴ്സ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈസി ടു ഇൻസ്റ്റാൾ, കോസ്റ്റ് എഫക്റ്റീവ്, ഫെയിലിയർ എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പക്ഷെ ബസ് കംപ്ലൈന്റ് ആയ എൻറ്റയർ നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആകും എന്നുള്ളത് ഡിസഡ്വാൻറ്റേജ് പരിഗണിക്കപ്പെടുന്നു. ഫോൾട്ട് ഡയഗ്നോസിസ് ഡിഫിക്കൽട്ട് ആണ്. ഓൺലി 1 നോഡ് ക്യാൻ ട്രാൻസ്മിറ്റ് അറ്റ് എ ടൈം. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജുകൾ. മറ്റൊന്ന് സ്റ്റാർ ടോപ്പോളജിയാണ്. എന്താണ് സ്റ്റാർ ടോപ്പോളജി? നമുക്കറിയാം സെൻട്രലി ഒരു ഹബ്ബോ സ്വിച്ചോ ഉണ്ടാവും. അതിലേക്ക് എല്ലാ നോഡുകളെയും കണക്ട് ചെയ്യുന്ന രീതിയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതും ഈസി ടു ഇൻസ്റ്റാൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അപ്പൊ ഫെയിലിയർ ഓഫ് ഹബ് ഓർ സ്വിച്ച്, അവിടെ ബസ്സാണ് കംപ്ലൈന്റ് എങ്കിൽ ഇവിടെ ഹബ്ബോ സ്വിച്ചോ കംപ്ലൈന്റ് ആയാൽ ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ബി ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഈസി ടു ഡയഗ്നോസിസ് ഫാൾട്ട്, റിക്വയർ മോർ കേബിൾ ലെങ്ത് എന്ന് ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. സമയം വളരെ വൈകിയതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടുന്നത്. അടുത്ത റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജിയിൽ ഒരു കമ്പ്യൂട്ടർ മറ്റൊരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് ഒരു സർക്കുലർ ഫോം ക്രിയേറ്റ് ചെയ്യാണ്, ഒരു സർക്കിൾ ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഏതൊരു കമ്പ്യൂട്ടറിനും എന്ത് ചെയ്യാം, നെക്സ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ആംപ്ലിഫിക്കേഷന്റെ ആവശ്യമില്ല, ലെസ് കേബിൾ ലെങ്ത് മതി. പക്ഷേ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആയ ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിലൂടെയുള്ള നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഡാറ്റ അയക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത റിംഗ് ടോപ്പോളജിയിൽ. നെക്സ്റ്റ് വൺ ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്, മെഷ് ടോപ്പോളജി. അതായത് ഒരു 5 മിനിറ്റുള്ളിൽ ഞാൻ നിർത്താനുള്ള ശ്രമം നടത്തുകയാണ്. മെഷ് ടോപ്പോളജി മോസ്റ്റ് റിലയബിൾ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. ഓരോ നോഡിനും ഒന്നിലധികം പാത്ത് മറ്റൊരു നോഡുമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മോർ ദാൻ 1 പാത്ത് ബിറ്റ്വീൻ 2 നോഡ്സ് എന്നുള്ളതാണ് പ്രത്യേകത. നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ, ഒരിക്കലും ഒരു നെറ്റ്വർക്ക് ഫെയിൽ ആവുന്നില്ല, റിലയബിൾ ആണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള മോസ്റ്റ് റിലയബിൾ ടോപ്പോളജി ഏതാണ്? അതാണ് മെഷ് ടോപ്പോളജി. ഇനി എക്സ്പെൻസീവ് ആണ്, കാരണം കേബിൾ ലെങ്ത് കൂടും, എക്സ്പെൻസീവ് ആണ്, വെരി കോംപ്ലക്സ് ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു 5 മാർക്കിന്റെ ചോദ്യം ചോദിക്കുവാൻ സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് ടോപ്പോളജി എന്നുള്ളത് ഈ 4 എണ്ണവും പഠിക്കുക, അതിന്റെ ചിത്രങ്ങൾ പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക, ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം 1 മാർക്കിന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിലൊരു ചോദ്യമാണ് മോസ്റ്റ് റിലയബിൾ നെറ്റ്വർക്ക് ഏതാണ്? മെഷ് ടോപ്പോളജി. നിങ്ങളുടെ ക്ലാസ് റൂമിൽ, നിങ്ങളുടെ സ്കൂളിൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ടോപ്പോളജി ഉപയോഗിക്കാം? സ്റ്റാർ ടോപ്പോളജി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ വേണ്ടി പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ഏരിയ, അതായത് എത്ര സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായി 4 എണ്ണമാണ് ഉള്ളത്. പേഴ്സണൽ, ലോക്കൽ, മെട്രോപൊളിറ്റൻ, വൈഡ്. അവിടെ ആ പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകളെ നമുക്കറിയാം. പി പേഴ്സണൽ ആണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ. 3 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയ സ്ഥലത്ത് വാനും, കുറച്ചുകൂടി 10 കിലോമീറ്റർ വരെ ലാനും, 100 കിലോമീറ്റർ വരെ മാനും, എൻറ്റയർ കൺട്രി ഗ്ലോബ് അടക്കമുള്ളത് വാനുമാണ്. സ്പീഡ് കുറവ്, ഹൈ സ്പീഡ് പാന്, ഹൈ സ്പീഡ് ലാന്, മോഡറേറ്റ് സ്പീഡാണ്. ദെൻ വാനിലേക്ക് എത്തുമ്പോൾ സ്പീഡ് വീണ്ടും കുറയാണ്. അടുത്ത കോസ്റ്റ് ആണ്. നെഗ്ലിജിബിൾ, വളരെ ചെറിയ എമൗണ്ട് മതി.
ഇൻഎക്സ്പെൻസീവ് ആണ്, മോഡറേറ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ അതിന്റെ ഡിവൈസസുകളെ ഐഡന്റിഫൈ ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓവർ നെറ്റ്വർക്ക്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് മാക് അഡ്രസ്സും മറ്റൊന്ന് IP അഡ്രസ്സും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് മാക്? MAC യുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്. മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ മെഷീൻ വിത്ത് NIC. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു അഡ്രസ് ആണ് മാക് അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സിൽ നമുക്കറിയാം 12 ഡിജിറ്റുകളാണ് അവിടെ ഉള്ളത്. അതിലെ ഫസ്റ്റ് 6 ഡിജിറ്റുകൾ നമ്മുടെ മാനുഫാക്ചേഴ്സിനെയും അടുത്ത 6 ഡിജിറ്റുകൾ നിങ്ങളുടെ NIC, നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സീരിയൽ നമ്പറിനെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. മറ്റൊന്ന് IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. അതായത് നോഡുകൾ, നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ നോഡുകളെയും നമുക്കറിയാം. ഞാനിപ്പോ ഒരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോഡിനെ തിരിച്ചറിയുന്ന ഒരു അഡ്രസ് ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. നമുക്കറിയാം 192.168.1.34 ഇങ്ങനെ 32 ബിറ്റിലാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ 32 ബിറ്റിൽ ഫസ്റ്റ് ബിറ്റുകൾ എന്ന് പറയുന്നത് 24 ബിറ്റ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐഡിയും ലാസ്റ്റത്തെ ഒരു ബിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിനെ തിരിച്ചറിയുന്ന ഐഡിയുമാണ്. ഇതാണ് IP അഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ ഞാനൊന്ന് ഫാസ്റ്റായി പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. 5 മിനിറ്റിൽ നിർത്താം ഷാഹിദ് സാറെ. ഇന്റർനെറ്റ് എന്താണ്? ഇന്റർനെറ്റ് സർവീസസ് ഓൺ ഇന്റർനെറ്റ്, www, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, സോഷ്യൽ മീഡിയ. സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ വൈറസുകളെ കുറിച്ച് ചോദിക്കും, വേമിനെ കുറിച്ച് ചോദിക്കും, ട്രോജൻ ഹോഴ്സിനെ കുറിച്ച് ചോദിക്കും, സ്പാംസിനെ കുറിച്ച് ചോദിക്കും, ഹാക്കിംഗ്, ഫിഷിംഗ് പോലുള്ള പ്രധാനപ്പെട്ട സൈബർ സെക്യൂരിറ്റി. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചേക്കുക. www എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് വൈഡ് വെബ് ഈസ് എ സിസ്റ്റം ഓഫ് ഇന്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് ആക്സസ്ഡ് വയ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഹൈപ്പർ ടെക്സ്റ്റുകളുടെ ഒരു ശൃംഖലയാണ് വേൾഡ് വൈഡ് വെബ്. അതായത് ഇൻഫർമേഷന്റെ ഒരു ശൃംഖലയാണ് വേൾഡ് വൈഡ് വെബിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ് വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേൾഡ് വൈഡ് വെബിൽ നിന്നും ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ആ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേര, സഫാരി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് വെബ് ബ്രൗസർ. ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറയും. ഇനി മറ്റു ചിലപ്പോൾ ചോദിക്കാന്ന് വെച്ചാല് പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഔട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. കാരണം ഇതില് വെബ് ബ്രൗസർ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അതിൽ നിന്നും ഏതാണ് തെറ്റായത് എന്ന് എടുത്ത് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അടുത്തത് സെർച്ച് എഞ്ചിൻ ആണ്. മറ്റൊരു സർവീസ് സെർച്ച് എഞ്ചിൻ ആണ്. എന്താണ് സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ ഈസ് ആക്ച്വലി എ വെബ്സൈറ്റ്. സെർച്ച് എഞ്ചിൻ ഒരു വെബ്സൈറ്റ് ആണ്. എവിടെയാണ് അവൈലബിൾ ആവുന്നത്? വേൾഡ് വൈഡ് വെബില്. നമുക്കറിയാം, നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന വാക്ക് ഗൂഗിൾ എന്നുള്ളതാണ്. അപ്പൊ ഗൂഗിൾ ഒരു വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്നും ഏതൊരു വാക്കും ഏതൊരു പദവത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന, സെർച്ച് എഞ്ചിനെ സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളെ വെബ് ക്രോളേഴ്സ് അഥവാ സ്പൈഡേഴ്സ് എന്ന് നമ്മൾ വിളിക്കും. ഞാൻ 4 പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്: ഗൂഗിൾ, ബിങ്, യാഹൂ, ആസ്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതകളാണ്. മറ്റൊന്ന് ഇമെയിൽ ആണ്. എന്താണ് ഇമെയിൽ? നമുക്കറിയാം, എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വഴി കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡിജിറ്റൽ മെസ്സേജുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് സ്പീഡ്, ഈസി ടു യൂസ്, ഇക്കോ ഫ്രണ്ട്ലി, അറ്റാച്ച്മെന്റ് ചെയ്യാം, എനിവെയർ എനി ടൈം, ഏത് സമയത്ത് എവിടെ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമായും ഇമെയിലിന്റെ സ്ട്രക്ചറുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. മറ്റൊന്ന് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഇന്റർനെറ്റ് ഫോറംസ്, സോഷ്യൽ ബ്ലോഗുകൾ, മൈക്രോ ബ്ലോഗുകൾ, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്കുകൾ, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്: ബ്രിങ് പീപ്പിൾ ടുഗദർ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവന്റ്സ്, സോഷ്യൽ സ്കിൽസ്, ബിസിനസ് പ്രൊമോഷൻ. ദെൻ ലിമിറ്റേഷൻസ്: ഇൻട്രൂഷൻ ഓഫ് പ്രൈവസി, നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നുകയറ്റം, അഡിക്ഷൻ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അഡിക്ഷൻ ആവും, സ്പ്രെഡ് റൂമേഴ്സ്, ഇല്ലാത്ത വാർത്തകൾ വെറുതെ പടച്ചുവിടാറുമുണ്ട്. ഇനി സൈബർ സെക്യൂരിറ്റി ആണ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ആ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ വൈറസ്? വൈറസ് ഈസ് എ പ്രോഗ്രാം. വൈറസ് ഒരു പ്രോഗ്രാമാണ്. എന്താണ് ഇത് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കമ്പ്യൂട്ടർ വൈറസുകൾ എന്ന് പറയുന്നത്. ഇറ്റ് സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതാണ് കമ്പ്യൂട്ടർ വൈറസ്. പലപ്പോഴും കമ്പ്യൂട്ടർ വൈറസും വേമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈസ് എ പ്രോഗ്രാം ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകും വിത്തൗട്ട് എനി ഹെൽപ്പ്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ.
ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഒരു പ്രോഗ്രാമിനോടൊപ്പം നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റൊന്നിലേക്ക് പോകുന്നത്. പക്ഷെ വേമുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ട്രോജൻ ഹോഴ്സ് നമുക്കറിയാം, ട്രോജൻ ഹോഴ്സ് കാണുമ്പോൾ ഒരു പ്രോഗ്രാം ആണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഡാമേജസ് യുവർ കമ്പ്യൂട്ടർ. കാണുമ്പോൾ ഒരു യൂസ്ഫുൾ പ്രോഗ്രാം ആയിട്ട് തോന്നാം, പക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുന്നത്, തകരാറിലാക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഹാക്കിംഗ്? നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമുക്ക് ഇത്തരം നെറ്റ്വർക്കുകളിലെ കണക്ഷനുമായി ബന്ധപ്പെട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഏറ്റവും എന്താ പറയാ കഴിവുള്ള ആളുകളാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന പ്രവർത്തനമാണ് ഹാക്കിംഗ്. വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുക. വൈറ്റ് ഹാക്കേഴ്സിന്റെയും അതേപോലെ ബ്ലാക്ക് ഹാക്കേഴ്സിന്റെയും ഇടയിൽ നല്ല കാര്യങ്ങൾക്കും മോശം കാര്യങ്ങൾക്കും ചെയ്യുന്ന ഹാക്കേഴ്സിനാണ് ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയാം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതിലെ ഫിഷിംഗ് ആണ്. എന്താണ് ഫിഷിംഗ്? അതായത് ഒരു വ്യക്തിയുടെ യൂസർ നെയിമോ പാസ്വേഡോ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അദ്ദേഹത്തെ തെറ്റായ ഒരു വെബ്സൈറ്റിലേക്ക് നയിച്ചുകൊണ്ട് റീഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഷിങ്ങിന് ഇത്തരം തെറ്റായ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും യൂസർ ഐഡിയും പാസ്വേഡും തെറ്റായ വെബ്സൈറ്റിലേക്ക് നയിച്ചുകൊണ്ട് അത് റീഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ ചാപ്റ്റർ കൂടി പറയുകയാണ്. IT ആപ്ലിക്കേഷൻസ് ആണ്, ഇ ഗവേണൻസ് ആണ്, ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. G2G, G2C, G2B ആൻഡ് G2E. എന്താണ് G2G? ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു കസ്റ്റമർ, ഗവൺമെന്റ് ടു ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഇത്രയും ഇന്ററാക്ഷൻസ് ആണ് ഈ ഗവേണൻസ് ഉള്ളത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമാക്കുന്നതിന് എല്ലാ ജനങ്ങളിലേക്കും എത്തി നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗവേണൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ഗവേണൻസ് ഉപയോഗിക്കുമ്പോൾ എല്ലാ ആളുകളിലേക്കും ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ എഫിഷ്യന്റ് ആയി ട്രാൻസ്പെറന്റ് ആയി എത്തുന്നു എന്നുള്ളതാണ് ഈ ഗവേണൻസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു 4 തരത്തിൽ വ്യത്യസ്ത ഇന്ററാക്ഷൻസ് ആണുള്ളത്. G2G, G2C, G2B, G2E. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുപോലെ തൊട്ട് താഴെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ, പ്രധാനമായും 3 ഇൻഫ്രാസ്ട്രക്ചർ ആണുള്ളത്. സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കോമൺ സർവീസ് സെന്റർ. സ്റ്റേറ്റിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റാ സെന്റർ ഉണ്ടാവും. അവിടെ നിന്ന് നമുക്കറിയാം കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മുതലായ സ്ഥലങ്ങളിൽ ഹബ്ബുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിന് താഴെ നമ്മുടെ അക്ഷയ സെന്റർ പോലുള്ള CSCകൾ ഉണ്ട്. അതാണ് അതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ഗവേണൻസ്, ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ്, ഇ ബിസിനസ് വേഴ്സസ് ഇ കൊമേഴ്സ്, ഇ ബാങ്കിങ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ് സ്റ്റഡീസിലൊക്കെ ഉണ്ട്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സമയം അതിക്രമിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഗവേണൻസ് എന്താണെന്ന് കൃത്യമായി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ചലഞ്ചസ് ഓഫ് ഇ ഗവേണൻസ് നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നമുക്കറിയാം അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ്, ചലഞ്ചസ് ഓഫ് ഇ ബിസിനസ്, ഇ ലേണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇ ലേണിംഗ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ ലേണിംഗ് ആണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ സഹായത്താൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ സാധ്യമാകുന്നതിനാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്തരം ഇ ലേണിംഗ് ടൂളുകളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇ ലേണിംഗ് ടൂളുകൾക്ക് എക്സാമ്പിൾ ആണ് ഇ ബുക്ക് റീഡർ, ഇ ചാറ്റ്, ഓൺലൈൻ ചാറ്റ്, വീഡിയോ ആൻഡ് ചാനൽസ്. വിക്ടേഴ്സ് ചാനലൊക്കെ അത്തരം ഉദാഹരണങ്ങളാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്, നമുക്കറിയാം ഇ ലേണിംഗ് എന്ന് പറയുന്നത് എവിടെ നിന്നുകൊണ്ടും ആർക്കും എന്ത് ചെയ്യാം, ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസം നൽകാം. കുട്ടിക്ക് എവിടെ നിന്നും പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി കോസ്റ്റ് ഓഫ് ലേണിംഗ് വളരെ കുറവാണ്. നമുക്ക് ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. ടൈം ആൻഡ് പ്ലേസ് ഒരിക്കലും ഒരു കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നില്ല. ചലഞ്ചസ് ഉണ്ട്. നമുക്കറിയാം ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, കുട്ടിയും വിദ്യാർത്ഥിയും ഇന്ററാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ലിമിറ്റഡ് ഇന്ററാക്ഷൻ മേ ഡിസ്കറേജ് ദ ലേണർ. നമുക്ക് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. നിങ്ങൾ പലർക്കും ഭയം ഉള്ളത് അത് തന്നെയാണ്. നിങ്ങളുമായി നിങ്ങളുടെ അടുപ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചില ചില കാര്യങ്ങൾ പേടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഹാൻഡ്സ് ഓൺ ലാബ് വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമയം വളരെ കുറവാണ്. കിട്ടിയ സമയത്തിനുള്ളിൽ പരമാവധി സ്പീഡിൽ ഞാൻ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം 1 തൊട്ട് 7 വരെയുള്ള ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ബാക്കി 2 ചാപ്റ്ററും കോമൺ ചാപ്റ്റർ, മീൻസ് നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ചാപ്റ്ററുകളാണ്. ഓരോ ചാപ്റ്ററിലെയും പാഠഭാഗങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന സെപ്റ്റംബർ മാസം 9-ാം തീയതി നടക്കുന്ന എക്സാമിൽ വളരെ നല്ല രീതിയിൽ ഒരു പരീക്ഷ എഴുതുവാൻ സാധിക്കട്ടെ. ആത്മവിശ്വാസത്തോടു കൂടി ഈ തന്നിരിക്കുന്ന എല്ലാ കണ്ടന്റുകളും ഒന്നുകൂടി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷ ഹാളിലേക്ക് പോയാൽ ഏറ്റവും മികച്ച സ്കോർ 60 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന വിശ്വാസം ഈ അധ്യാപക സമൂഹത്തിനുണ്ട്. തീർച്ചയായും നിങ്ങളോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ അധ്യാപകർ എല്ലാ സമയത്തും ഏതു സമയത്ത് ആവശ്യപ്പെട്ടാലും നിങ്ങളോടൊപ്പം നിൽക്കും. അരികയുടെ പ്രവർത്തനം
പഠനവുമായി എല്ലാ അധ്യാപകരും നിങ്ങളോടൊപ്പം ഉണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷാ ഹാളിലെത്തി ഏറ്റവും മികച്ച ഒരു റിസൾട്ട് വാങ്ങി സന്തോഷത്തോടു കൂടി ഭാവിയിലെ എല്ലാ കോഴ്സുകളും പഠിക്കുവാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന KSTയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.